ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 6ാം ക്ലാസ്സിലെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 6ാം ക്ലാസ്സിലെ മാത്സിലെ 11ാമത്തെ പാഠഭാഗമായ അക്ഷരക്കണക്ക് എന്ന് പറയുന്ന പാഠഭാഗമാണ് ഇന്ന് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. ഇതുവരെയുള്ള എല്ലാ പാഠഭാഗങ്ങളും നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. മാത്രമല്ല ബാക്കിയുള്ള സബ്ജക്റ്റുകളും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആവശ്യമായിട്ടുള്ള കൂട്ടുകാർ പോയിട്ട് കാണുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, നമുക്ക് നേരെ ഈ ഒരു ചാപ്റ്ററിലേക്ക് കിടക്കാം. അക്ഷരക്കണക്ക് എന്നുള്ളതാണ് അല്ലേ. എന്താണ് ഇവിടെ അക്ഷരക്കണക്കായിട്ട് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്? പാഠത്തിൻ്റെ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു ക്യൂരിയോസിറ്റി ഒക്കെ തോന്നുന്നുണ്ട് അല്ലേ. നമുക്ക് നോക്കാം. കൂട്ടലും കുറയ്ക്കലുമാണ് ഒന്നാമതായിട്ട് കൊടുത്തിട്ടുള്ളത്. ഒരു ചെറിയ കണക്ക്. ആദ്യം നമ്മൾ 5 സെൻറ്റിമീറ്റർ നീളമുള്ള ഒരു വര വരക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ 5 സെൻറ്റിമീറ്റർ നീളത്തിലൊരു വര വരച്ചിട്ടുണ്ട്. ഇതിൻ്റെ വലതറ്റത്ത് നിന്ന് 1 സെൻറ്റിമീറ്റർ അകലെ വരയിൽ ഒരു കുത്തിടണം. ഓക്കെ, അപ്പോൾ ഇതേപോലെ അവിടെ എന്ത് ചെയ്യാം, വലതുഭാഗത്തായിട്ട് ഒരു കുത്തിട്ടിട്ട് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെയാണ് നിങ്ങൾ സ്കെയിൽ വെച്ചെന്നുണ്ടെങ്കിൽ ഇവിടെയാണ് നിങ്ങൾ ആ ഒരു കുത്തിട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ ഇങ്ങനെയാണെങ്കിൽ നിങ്ങൾ എവിടെ ഇട്ട് കൊടുക്കണം? ഇവിടെ ഇട്ട് കൊടുക്കണം അല്ലേ. അപ്പോൾ ഇവിടെ ഇട്ട് കൊടുക്കണം. ഇനി അതെല്ലാം തിരിച്ചാണെങ്കിൽ നിങ്ങൾ ഈ സൈഡിലും ഇട്ട് കൊടുക്കണം. മറ്റേതെങ്കിലും രീതിയിൽ സ്കെയിൽ വെച്ച് ഇത് ചെയ്യാമോ എന്ന് ചോദിക്കുന്നുണ്ട്. എവിടെ വേണമെങ്കിലും നമുക്ക് ഇട്ട് കൊടുക്കുക അല്ലേ. നമ്മളടുത്ത് 1 സെൻറ്റിമീറ്റർ അകലെ ഒരു വര ഇടണം എന്ന് പറഞ്ഞിട്ടുള്ളൂ, പക്ഷെ അത് ഏത് രീതിയിൽ വേണം എന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇവിടെ നോക്കൂ, ഇവിടെ കൊടുത്തിട്ടുള്ളത് എവിടെയാണ്? സെൻറ്ററിലായിട്ടാണ് 1 സെൻറ്റിമീറ്റർ വരട്ട് കൊടുത്തിട്ടുള്ളത്. നമുക്ക് ഇവിടെ ഇടാം, അല്ലെങ്കിൽ ഇവിടെ ഇടാം, ഏത് ഭാഗത്ത് വേണമെങ്കിലും നമുക്ക് വര ഇട്ട് കൊടുക്കാൻ വേണ്ടി സാധിക്കുന്നതാണ്. ഇവിടെ എന്താണ് ചെയ്തത്? വലതറ്റത്ത് നിന്ന് 1 സെൻറ്റിമീറ്റർ അകലെ കുത്തിടുന്നതിന് പകരം ഇടതറ്റത്ത് നിന്ന് 4 സെൻറ്റിമീറ്റർ അകലെ കുത്തിട്ട് കൊടുത്തു. എന്തുകൊണ്ടാണ് ഇത് ശരിയാകുന്നത്? ഇടതറ്റത്ത് നിന്നുള്ള അകലവും വലതറ്റത്ത് നിന്നുള്ള അകലവും തമ്മിൽ എന്താണ് ബന്ധം എന്ന് ചോദിച്ചിട്ടുണ്ട്. എന്താണ്? 5 സെൻറ്റിമീറ്ററിൽ നിന്ന് വലതറ്റത്ത് നിന്നുള്ള അകലം കുറച്ചാൽ ഇടതറ്റത്ത് നിന്നുള്ള അകലം കിട്ടും അല്ലേ. അത് തന്നെയാണ് തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത്. അഥവാ ചുരുക്കി പറയുകയാണെങ്കിൽ 5 സെൻറ്റിമീറ്റർ വലതറ്റത്ത് നിന്നുള്ള അകലം 5 സെൻറ്റിമീറ്ററിൽ നിന്നും വലതറ്റത്ത് നിന്നുള്ള അകലം നമ്മൾ കുറക്കുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇടതറ്റത്ത് നിന്നുള്ള അകലം കിട്ടും അല്ലേ. അപ്പോൾ ഇത് 5 സെൻറ്റിമീറ്റർ ആണ്. ഇവിടെ എന്തെടുത്തു? വലതറ്റത്ത് നിന്നും നമ്മൾ അത് 5 സെൻറ്റിമീറ്റർ. ഇതിൽ നമ്മൾ കുത്തിട്ട ഭാഗം എന്ത് ചെയ്യുക? മൈനസ് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇപ്പോൾ ഇതുവരെയാണ് നമ്മൾ കുത്തിട്ടുന്നുണ്ടെങ്കിൽ ഇത് നമ്മൾ 5ൽ നിന്നും ഈ 1 സെൻറ്റിമീറ്റർ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ 4 എന്നുള്ള ഈ ഒരു അറ്റത്തുള്ള അകലം നമുക്ക് കിട്ടും അല്ലേ. അഥവാ വലതറ്റത്ത് നിന്നുള്ള അകലം എന്ന സംഖ്യയെ R എന്ന അക്ഷരം കൊണ്ടും ഇടതറ്റത്ത് നിന്നുള്ള അകലം I എന്ന അക്ഷരം കൊണ്ട് സൂചിപ്പിച്ചാൽ അകലങ്ങൾ തമ്മിലുള്ള ബന്ധം നമുക്ക് എങ്ങനെ എഴുതാൻ വേണ്ടി പറ്റും? 5 - R = I എന്ന് എഴുതി കൊടുക്കാം അല്ലേ. 5ൽ നിന്നും 6 മൈനസ് ചെയ്തതാണ് അവിടുത്തെ L എന്ന് പറയുന്നത്. ഇതിൽ I അല്ല കേട്ടോ, L ആണ്. ഇതിൽ കുത്തിടുന്ന സ്ഥാനം മാറുന്നതിനനുസരിച്ച് L R എന്ന് എഴുതിയ അക്ഷരങ്ങളും മാറും അല്ലേ. ഇപ്പോൾ നമ്മൾ ഇവിടെയാണ് കുത്തിടുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് മാറും. ഇവിടെയാണ് ഇപ്പോൾ 1 അല്ല 2 ആണ് എന്നുണ്ടെങ്കിൽ നമ്മളവിടെ അതിനനുസരിച്ച് മാറ്റം സംഭവിക്കും. ഉദാഹരണമായിട്ട് കുത്തിടേണ്ടത് വലതറ്റത്ത് നിന്ന് 2 സെൻറ്റിമീറ്റർ അകലെയാണെങ്കിലോ ഇടതറ്റത്ത് നിന്ന് എത്ര സെൻറ്റിമീറ്റർ അകലെയാണ് നമ്മൾ കുത്തിടേണ്ടത്? 3 സെൻറ്റിമീറ്റർ അകലെയാണ് അല്ലേ. കാരണം ആകെയുള്ളത് 5 ആണ്. 5ൽ നിന്നും 2 കുറച്ച് കഴിഞ്ഞാൽ ബാക്കി ഇടതറ്റത്തിൽ നിന്നും ഇത് 3 സെൻറ്റിമീറ്റർ ആയിരിക്കും. ഓക്കെ, ഇത് 5 സെൻറ്റിമീറ്റർ ആണെന്ന് വിചാരിക്കാം. നമ്മൾ എന്ത് ചെയ്യാണ്? 2 സെൻറ്റിമീറ്റർ ആണ് നമ്മൾ കുത്തിടുന്നത്. അപ്പോൾ നമ്മളിവിടെ 2 സെൻറ്റിമീറ്റർ കുത്തിടുക എന്ന് പറയുമ്പോൾ ഇവിടെ എത്രയായിരിക്കും? ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ദൂരം എന്ന് പറയുന്നത് 3 സെൻറ്റിമീറ്റർ, ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ദൂരം എന്ന് പറയുന്നത് 2 സെൻറ്റിമീറ്റർ. അതാണല്ലോ രണ്ടും കൂടി കൂട്ടിയിട്ട് 5 എന്ന് വരുന്നത്. അപ്പോൾ എന്ത് നമുക്ക് പറയാൻ വേണ്ടി പറ്റും? 5 - 6 = L എന്ന ബന്ധം 6 = 2 എന്ന് എഴുതിയാൽ L = 5 - 2 = 3 എന്നതായിരിക്കും. ഈ ബന്ധത്തിൽ 6, L എന്നീ അക്ഷരങ്ങൾ 0-നും 5-നും ഇടയിലുള്ള ഏത് സംഖ്യകളും ആവാം. എന്നാൽ 5ൽ നിന്ന് 6 എന്ന സംഖ്യ കുറച്ചാൽ L എന്ന സംഖ്യ നമുക്ക് കിട്ടണം. ശരിയാണല്ലേ. ഇത് മറ്റൊരു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ L എന്ന സംഖ്യയും R എന്ന സംഖ്യയും കൂട്ടിയാൽ എന്ത് കിട്ടണം? നമുക്ക് 5 എന്നുള്ളത് കിട്ടണം അഥവാ ഈ 2ഉം 3ഉം ഇനിയിപ്പോൾ 2 അല്ല, ഇവിടെ എന്താണ്? ഇവിടെ 1.5 ആണെങ്കിൽ ഇതിവിടെ എന്തായിരിക്കും? ഇവിടെ അത് 3.5 ആയിട്ട് വരും. കാരണം ഇത് രണ്ടും കൂടെ കൂട്ടിയാൽ നമുക്ക് 5 എന്നുള്ളത് കൃത്യമായിട്ട് കിട്ടണം. എന്നാൽ മാത്രമേ ഇത് ശരിയാവുള്ളൂ. കാരണം ഇത് മൊത്തം 5 സെൻറ്റിമീറ്റർ ആയതുകൊണ്ട്. അപ്പോൾ നമുക്ക് എന്ത് പറയാം? L + R = 5 എന്ന് പറയാം. എന്താണ് ഇതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത്? വലതറ്റത്ത് നിന്നുള്ള അകലവും ഇടതറ്റത്ത് നിന്നുള്ള അകലവും കൂട്ടിയാൽ നമുക്ക് 5 സെൻറ്റിമീറ്റർ ആകണം അല്ലേ. അത് ശരിയാണ്, നമ്മൾ നോക്കിയതുമാണ്.
ഇടത് വലത് അകലങ്ങൾ തമ്മിലുള്ള ബന്ധം മറ്റേതെങ്കിലും രീതിയിൽ നമുക്ക് പറയാൻ വേണ്ടി പറ്റുമോ? പറ്റും. എങ്ങനെ പറയാൻ വേണ്ടി പറ്റും? താഴെ പറയുന്നുണ്ട്. ഇനി ആദ്യം വരക്കുന്ന വരയുടെ നീളം 5 സെന്റിമീറ്ററിന് പകരം നമ്മൾ 6 സെന്റിമീറ്റർ ആണ് എടുക്കുക എന്ന് വിചാരിക്കാം. അപ്പോൾ ആദ്യത്തെ കണക്കിലെ പോലെ ഇതിനും ഇടത് വലത് ബന്ധങ്ങൾ LR എന്ന അക്ഷരം കൊണ്ട് സൂചിപ്പിച്ചാൽ അവ തമ്മിലുള്ള ബന്ധങ്ങൾ നമുക്ക് എങ്ങനെ എഴുതാം? ഏത് വരയിലും അറ്റങ്ങൾക്കിടയിൽ ഒരു ബിന്ദു അടയാളപ്പെടുത്തിയ രണ്ട് അറ്റങ്ങളിൽ നിന്നുള്ള അകലയുടെ തുക വരയുടെ നീളമാണ് അല്ലേ? ഇപ്പൊ ഏത് വരയിലും നമ്മളൊരു ബിന്ദു അടയാളപ്പെടുത്തി കഴിഞ്ഞാൽ ഈ ഒരു ബിന്ദുവും ഈ ഒരു അകലവും തമ്മിൽ എന്താണ്? ആകെയുള്ള തുകയുടെ നീളമാണ്, അല്ലെങ്കിൽ ആകെയുള്ള വരയുടെ നീളമായിരിക്കും എന്ന് പറയാം. ഇനി ഇവിടെ വരയുടെ നീളം എന്നത് അതിൻ്റെ അറ്റങ്ങളിലെ ബിന്ദുക്കൾ തമ്മിലുള്ള അകലമാണ് അല്ലേ? അഥവാ ഇപ്പൊ ഇതൊരു വരയാണ്. ഈ വരയുടെ നീളം എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ അറ്റവും തമ്മിലുള്ള ബന്ധമാണ് അല്ലേ? അല്ലെങ്കിൽ ഇത് രണ്ടും തമ്മിലുള്ള ആ ഒരു അകലത്തെയാണ് നമ്മളവിടെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ 3 ബിന്ദുക്കൾ ഒരേ വരയിലാണെങ്കിലോ, ഇപ്പൊ നമ്മളിവിടെ ഒരു ബിന്ദു അടയാളപ്പെടുത്തുകയാണ്. അപ്പം എന്തു പറയാം? നമുക്ക് രണ്ടറ്റങ്ങളിലുള്ള ബിന്ദുക്കൾ തമ്മിലുള്ള അകലം ഇവയിൽ നിന്ന് ഇടയിലുള്ള ബിന്ദുവിലേക്കുള്ള അകലങ്ങളുടെ തുകയാണ്. അഥവാ ഇത് ഒരു ബിന്ദു, ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള അകലവും കൂടെ കൂട്ടുമ്പോഴാണ് ഈ ഒരു എന്താ പറയുക വരയുടെ അകലം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ തുക എന്ന് പറയുന്നത്. ഇത് അക്ഷരങ്ങൾ ഉപയോഗിച്ച് എങ്ങനെ പറയാൻ വേണ്ടി പറ്റും? അറ്റങ്ങളിലുള്ള ബിന്ദുക്കളിൽ നിന്ന് ഇടയിലെ ബിന്ദുവിലേക്കുള്ള അകലവും നേരത്തെ ചെയ്തതുപോലെ LR എന്നീ അക്ഷരങ്ങൾ കൊണ്ട് സൂചിപ്പിക്കാം. അറ്റങ്ങൾ തമ്മിലുള്ള അകലം D എന്ന അക്ഷരം കൊണ്ടും സൂചിപ്പിക്കാം. അപ്പോൾ D എന്ന് പറയുന്നത് എന്താണ്? ഈ L. ഇപ്പോൾ എന്ത് പറയാം? ഇവിടെ ഒരു കുത്തിട്ട് കഴിഞ്ഞാൽ ഇതിന് നമുക്ക് എന്ത് പറയാം? ഇത് L ആണെന്ന് പറയാം അല്ലേ? ഇനി ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ദൂരം എന്ന് പറയുന്നത് 6 ആണെന്ന് പറയാം. അപ്പോൾ ഇതിൻ്റെ മൊത്തം നീളം എന്ന് പറയുന്നത് എന്താണ്? ഈ മൊത്തം നീളത്തെ നമ്മൾ D എന്ന് പറയും. അപ്പോൾ D എന്ന് പറയുന്നത് ഇതും ഇവിടുന്ന് ഇങ്ങോട്ട് അല്ലേ? അപ്പോൾ ഇതിന് A എന്ന് പറയുകയാണെങ്കിൽ ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ദൂരമാണ്. അല്ല എന്നുണ്ടെങ്കിൽ എന്ത് പറയാം? ഇതിന് നമുക്ക് L എന്നും പറയാം, ഇതിന് നമുക്ക് R എന്നും പറയാം. ഇത് രണ്ടും തമ്മിലുള്ള ദൂരം എന്ന് പറയുന്നത് എന്താണ്? D = L + R ആണ് അല്ലേ? ഇത് രണ്ടും തമ്മിലുള്ള ദൂരമാണ് D എന്ന് പറയുന്നത്. D എന്ന് പറഞ്ഞാൽ ആ മൊത്തം വരയുടെ അകലത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതെന്താണ്? ഇത് മൊത്തമാണ് D എന്ന് പറയുന്നത്. ഇവിടുന്ന് ഇങ്ങോട്ടുള്ളത് L-ഉം ഇവിടുന്ന് ഇങ്ങോട്ടുള്ളത് R-ഉം ആണെങ്കിൽ എന്താണ്? D എന്ന് പറയുന്നത് ഇതും തമ്മിൽ കൂട്ടിയതാണ്. ഇനി ഇതിൽ LRD എന്നിവയായി ഏത് സംഖ്യകളും നമുക്ക് എടുക്കാം. LRDയുടെ തുക D ആയിരിക്കുമെന്ന് മാത്രം. ഇപ്പം ഈ ബന്ധം മറ്റ് രണ്ട് രീതിയിലും എഴുതാം. L എന്ന് പറയുന്നത് എന്താണ്? D - R ആണ്. R എന്ന് പറയുന്നത് D - L-ഉമാണ്. ഇനി മറ്റൊരു കണക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ചിത്രം നോക്കൂ. ഇതെന്താണ്? ഒരു ചതുർഭുജമാണ് അല്ലേ? അപ്പോൾ ഒരു മൂലയിൽ നിന്ന് എതിർമൂലയിലേക്കുള്ള വര വരച്ചാൽ ഇതിനെ 2 ത്രികോണങ്ങളാക്കാൻ വേണ്ടി നമുക്ക് പറ്റും. ഇപ്പോൾ ഇതാണ്. ഇതിനെന്ത് ചെയ്യുക? ഈ മൂലയിൽ നിന്നും ഈ മൂലയിലേക്ക് ഒരു വര വരക്കുകയാണ്. ഇപ്പോൾ ഇതെന്തായി? ഇതൊരു ത്രികോണത്തിൻ്റെ രൂപമായി അല്ലേ? ഇനി താഴെ നോക്കൂ. ഇതെന്തായി? ഇതും ഒരു ത്രികോണത്തിൻ്റെ രൂപമായി. അപ്പോൾ ഇവിടെ ഒരു ത്രികോണം 2 ത്രികോണമായി. ഇനി 5 വശങ്ങളുള്ള രൂപമാണെങ്കിൽ അതിനെ നമുക്ക് എന്ത് ചെയ്യണം? ആ 5 വശത്തിനുള്ള രൂപത്തിനെ നമുക്ക് ഈ മൂലയിൽ നിന്ന് ഇങ്ങോട്ടും ഒരു വര വരച്ചു കൊടുക്കാം, ഈ മൂലയിൽ നിന്ന് ഇങ്ങോട്ടും വര വരക്കാം. ഇപ്പം എന്തായി? ഇത് ഒരു ത്രികോണമായി അല്ലേ? അതുപോലെ ഇത് നോക്കൂ. ഇതൊരു ത്രികോണമായി, ഇത് അടുത്ത ത്രികോണവുമായി. അപ്പോൾ ഇവിടെ എത്രയായി? 3 ത്രികോണങ്ങൾ. 1 2 3 ത്രികോണങ്ങളാണ് ഉണ്ടാവുന്നത്. ഇനി 6 വശങ്ങളായി കഴിഞ്ഞാൽ അവിടെ എന്ത് സംഭവിക്കും? 6 വശങ്ങളായി കഴിഞ്ഞാൽ ഇവിടുന്ന് ഇങ്ങോട്ട് വരച്ച് ഇവിടുന്ന് ഇങ്ങോട്ട് 1 2 3 4 എണ്ണം അല്ലേ? 4 ത്രികോണങ്ങളാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇവിടെ ഒരു ബന്ധം നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. എന്താണെന്നറിയോ? 4 സൈഡുള്ള ഒരു ഇതാണെങ്കിൽ 4 സൈഡുള്ളതാണെങ്കിൽ അവിടെ എന്ത് ചെയ്യും? നമ്മൾ ഒരു സൈഡ് ഒരു ലൈന് വരച്ചു കഴിഞ്ഞാൽ അവിടെ എന്തുണ്ടാവും? 2 ത്രികോണങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഇനി 5 സൈഡുള്ളതാണെങ്കിൽ അവിടെ നമ്മൾ 2 ലൈനാണ് വരക്കുന്നത്. 2 വര വരച്ചു കഴിഞ്ഞാൽ അവിടെ എന്തുണ്ടാവും? 3 ത്രികോണങ്ങൾ ഉണ്ടാകും. ഇനി 6 സൈഡുള്ള ഇത് നോക്കൂ. ഇത് 6 സൈഡാണ്. ഇവിടെ നമ്മൾ 1 2 3 വരയാണ് വരക്കുന്നത് അല്ലേ? 3 വര വരച്ചു കഴിഞ്ഞാൽ അവിടെ 4 ത്രികോണങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഇത് തമ്മിലുള്ള ബന്ധം എന്താണ്? ഇവിടെ നോക്കൂ. ഇവിടെ ആകെയുള്ളത് 4 സൈഡാണ് അല്ലേ? ആ 4 സൈഡിൽ നിന്നും ഒരു വര വരച്ചു നോക്കൂ. ഒരു വര വരച്ചു. എത്രയാണ്? 4 നിന്നും 1 മൈനസ് ചെയ്ത് എത്ര കിട്ടും? 4 നിന്നും 1 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 4 നിന്നും ഒരു ത്രികോണത്തിന് എത്ര വശങ്ങളുണ്ട്? 3 ആണല്ലേ? അപ്പോൾ 4 നിന്നും നിങ്ങൾ 3 കുറച്ച് നോക്കൂ. എന്ത് കിട്ടും? 1 കിട്ടും അല്ലേ? 1 എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ ഒരു വരയാണ് നമ്മൾ വരച്ചിട്ടുള്ളത്. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം?
ഇവിടെ വരച്ച വര എന്ന് പറയുന്നത് ഒന്നായിരുന്നു അല്ല, ആ ഒന്നിനോട് ഒന്ന് കൂട്ടി കഴിഞ്ഞാൽ എത്ര കിട്ടും? 2. ആ 2 ത്രികോണമാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. അടുത്ത നോക്കൂ, അടുത്ത എന്താണ്? 5 ആണല്ലേ. ഈ 5നോട് 3 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര കിട്ടും? 2. 2 വരെയാണ് ഇവിടെ വരച്ചിട്ടുള്ളത്. ഇനി 2 വരയോട് 1 കൂട്ടി കഴിഞ്ഞാൽ കിട്ടുന്നതാണ് ഇവിടുത്തെ ത്രികോണം എന്ന് പറയുന്ന 3. അതേപോലെ തന്നെ ഓരോന്നും തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ താഴെ ഒരു ടേബിൾ ഉണ്ട്, അത് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് ഒന്നും കൂടെ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഇതുപോലെ 7 വശങ്ങളും 8 വശങ്ങളും ഒക്കെയുള്ള രൂപങ്ങൾ വരച്ച് ഒരു മൂലയിലൂടെ അകത്ത് വരകൾ വരച്ച് ത്രികോണങ്ങളാക്കി ഭാഗിക്കുക. ചുവടെയുള്ളത് ഒരു പട്ടിക പോലെ ഉണ്ടാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ആദ്യം ഈ ഒരു പട്ടിക ചെയ്തു നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഒന്നും കൂടെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നതാണ്. നമുക്കിതൊന്ന് ചെയ്തു നോക്കാം. ഇവിടെ ഒന്നാമത്തേത് നോക്കൂ, 4 വശങ്ങളാണ്. അകത്തെ വര ഒരു വരയാണ് വരച്ചിട്ടുള്ളത്. ത്രികോണങ്ങൾ 2 എണ്ണമാണ്. ഇവിടെ എങ്ങനെയാണ് ഈ 1 കിട്ടിയിട്ടുള്ളത്? നമുക്കറിയാം, ആകെ വശങ്ങൾ എന്ന് പറയുന്നത് 4 ആണ്. നമുക്ക് ത്രികോണം 3 വശമാണുള്ളത്. അപ്പോൾ 4ൽ നിന്നും 3 കുറച്ച് നോക്കുക. അപ്പോൾ എത്ര കിട്ടും? 1 എന്നുള്ളത് കിട്ടും അല്ലേ. ഇനി നമ്മളിവിടെ വരച്ചിട്ടുള്ള വര എന്ന് പറയുന്നത് 1 ആണ്. അതിൻ്റെ കൂടെ 1 കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ത്രികോണമായിട്ടുള്ള 2 എന്നുള്ളത് കിട്ടും. ഇനി അടുത്തത് 5 വശങ്ങളാണുള്ളത്. അകത്ത് 2 വരകളാണുള്ളത് അല്ലേ. അഥവാ 5 വശങ്ങളിൽ നിന്നും 3 മൈനസ് ചെയ്ത് അപ്പോൾ 2 എന്നുള്ളത് കിട്ടും. ഇനി അടുത്തത് നോക്കൂ, ഇവിടെ 2 വരയാണ് വരച്ചിട്ടുള്ളത്. അതിൻ്റെ കൂടെ 1 കൂട്ടിയതാണ് ഇവിടുത്തെ ത്രികോണങ്ങൾ എന്ന് പറയുന്നത്. ഇനി അടുത്തത് 6 വശങ്ങളാണുള്ളത്. അകത്ത് 3 വരയാണുള്ളത്. അഥവാ 6ൽ നിന്നും 3 കുറച്ച് കഴിഞ്ഞാൽ കിട്ടുന്നതാണ് 3 എന്ന് പറയുന്നത്. ഇനി നമ്മളിവിടെ വരച്ചിട്ടുള്ളത് എത്രയാണ്? 3 വരകളാണ്. അതിൻ്റെ കൂടെ 1 കൂട്ടിയതാണ് ആകെ ത്രികോണങ്ങളുടെ എണ്ണമായിട്ടുള്ള 4 എന്ന് പറയുന്നത്. ഇനി അടുത്തത് നമുക്ക് നോക്കാം, 7 വശങ്ങളാണുള്ളത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 7ൽ നിന്നും 3 കുറക്കണം അല്ലേ. 7ൽ നിന്നും 3 കുറച്ച് എത്ര കിട്ടും? 4 എന്നുള്ളത് കിട്ടും. അപ്പോൾ ഇവിടുത്തെ വരകൾ എന്ന് പറയുന്നത് എത്രയാണ്? 4 ആണ്. ഇനി ആകെ വരകൾ എന്ന് പറയുന്നത് എത്രയാണ്? 4 ആണ്. 4ൻ്റെ കൂടെ 1 കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ആകെ ത്രികോണങ്ങളുടെ എണ്ണമായിട്ടുള്ള 5 എന്നുള്ളത് കിട്ടും. ഇനി 8 വശങ്ങളാണുള്ളത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 8ൽ നിന്നും 3 കുറച്ച് നോക്കുക, എത്ര കിട്ടും? 5. അപ്പോൾ വരകൾ എത്രയാണ്? 5 ആണ്. അപ്പോൾ ത്രികോണങ്ങൾ എത്രയായിരിക്കും? 5 വരകളാണ് ഉണ്ടായിരിക്കുക. അതിൻ്റെ കൂടെ 1 കൂട്ടി കൊടുക്കുക, 6. അപ്പോൾ ത്രികോണങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് 6 ആണ്. ഓക്കെ, അപ്പോൾ ഇതെന്താണ്? ഈ ഭാഗം എന്ന് പറയുന്നത് നമ്മൾ ക്രിയ ചെയ്തു നോക്കിയതാണ്. ആൻസർ മാത്രം നിങ്ങൾ അവിടെ എഴുതിയാലും മതി. നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ക്രിയകൾ ചെയ്തു തന്നിട്ടുള്ളത്. ഇനി ഇത്തരം രൂപങ്ങളെ പൊതുവെ ബഹുഭുജങ്ങൾ അഥവാ പോളിഗൺസ് എന്നാണ് പറയുന്നത്. അപ്പോൾ ബഹുഭുജങ്ങളുടെ വശങ്ങളുടെ എണ്ണവും ഒരു മൂലയിൽ നിന്ന് മറ്റെല്ലാ മൂലകളിലേക്കും ബഹുഭുജത്തിനകത്തേക്ക് വരക്കുന്ന വരകളുടെ എണ്ണവും തമ്മിൽ എന്തെങ്കിലും ബന്ധം കാണുന്നുണ്ടോ? ബന്ധമുണ്ട് എന്നുള്ളത് നമുക്ക് ഈ ഒരു ടേബിളിൽ നിന്ന് തന്നെ മനസ്സിലായി അല്ലേ. കാരണം നമ്മൾ എത്ര വരകളാണോ വരക്കുന്നത് അതിൻ്റെ കൂടെ 1 കൂടെ കൂട്ടിയതായിരിക്കും അതിന് കിട്ടുന്ന ത്രികോണങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത്. അപ്പോൾ നേരത്തെ വരച്ച 6 വശങ്ങളുള്ള ബഹുഭുജത്തിൻ്റെ ചിത്രം ഒന്നും കൂടെ നമുക്ക് നോക്കാം. താഴത്തെ ഇടതു മൂലയിൽ നിന്ന് മറ്റേതെല്ലാം മൂലകളിലേക്ക് വരകൾ വരക്കാം എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇതിനെ ഇങ്ങോട്ട് വരക്കാം അല്ലേ. ഒന്ന് ഇങ്ങോട്ട് വരക്കാം, ഒന്ന് ഇങ്ങോട്ട് വരക്കാം, ഒന്ന് ഇങ്ങോട്ടും വരക്കാം. അപ്പോൾ നമുക്കിവിടെ എത്ര കിട്ടി? ഒരു ത്രികോണം, 2, 3, 4 ത്രികോണങ്ങൾ നമുക്കിവിടെ കിട്ടുന്നുണ്ട് അല്ലേ. അപ്പോൾ ഈ മൂലയും തൊട്ടടുത്ത അപ്പുറത്തും ഇപ്പുറത്തുമുള്ള മൂലകളും യോജിപ്പിച്ച് 2 വശങ്ങൾ വരക്കാം അല്ലേ. ഈ ഒരു വശവും ഈ വശവും നമുക്ക് വരക്കാൻ വേണ്ടി പറ്റുന്നതാണ്. 2 മൂലകളും തുടങ്ങിയ മൂലയും ഒഴിവാക്കിയാൽ ബാക്കി എത്ര മൂലയുണ്ട്? ഇപ്പോൾ 2 മൂലകൾ നമ്മൾ ഒഴിവാക്കുകയാണ്. ഏതൊക്കെയാണ്? ഈ മൂല ഒഴിവാക്കുക, ഈ മൂലയും ഒഴിവാക്കുക, തുടങ്ങിയ മൂലയും ഒഴിവാക്കുക. ബാക്കി എത്ര ഉണ്ട്? 1, 2, 3 എണ്ണം നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നുണ്ട് അല്ലേ. അപ്പോൾ ഇത് ഏതു ബഹുഭുജത്തിലും ഒരു മൂല തീരുമാനിച്ചു കഴിഞ്ഞാൽ ഇതും തൊട്ടടുത്ത 2 മൂലകളും ഒഴികെയുള്ള മറ്റെല്ലാ മൂലകളും യോജിപ്പിച്ച് വരകൾ വരക്കാം. അപ്പോൾ വരകളുടെ എണ്ണം എത്രയായിരിക്കും? മൂലകളുടെ എണ്ണം എന്ന് പറഞ്ഞാൽ 3 ആയിരിക്കും അല്ലേ. ഏത് ബഹുഭുജത്തിലും മൂലകളുടെ വശങ്ങളുടെ എണ്ണം 1 തന്നെയല്ലേ. അതിനാൽ ഇങ്ങനെയും പറയാം, വരകളുടെ എണ്ണം എന്ന് പറയുന്നതിനനുസരിച്ച് എന്താണ്? വരകളുടെ എണ്ണം സമം വശങ്ങളുടെ എണ്ണം -3 എന്നുള്ളതാണ്. അപ്പോൾ അകലെ കണക്കിനെ പോലെ ഈ ബന്ധവും അക്ഷരങ്ങൾ ഉപയോഗിച്ച് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. എങ്ങനെ പറയാം? നമുക്ക് ബഹുഭുജത്തിലെ വശങ്ങളുടെ എണ്ണം എന്നുള്ളതിന് S എന്നും ഒരു നിശ്ചിത മൂലയും മറ്റു മൂലകളും യോജിപ്പിച്ച് അകത്ത് വരക്കാവുന്ന വരകളുടെ എണ്ണത്തെ നമ്മൾ L എന്നും എടുത്താൽ L സമം S - 3 എന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. ഇത് മറ്റൊരു വിധത്തിലും പറയാം, വശങ്ങളുടെ എണ്ണം മാറുമ്പോൾ അകത്ത് വരക്കാവുന്ന വരകളുടെ എണ്ണവും മാറും. പക്ഷെ അവ തമ്മിലുള്ള ബന്ധം എല്ലാ ബഹുഭുജങ്ങളിലും 3 തന്നെയായിരിക്കും. അപ്പോൾ അക്ഷരക്കണക്കിൽ പറയുകയാണെങ്കിൽ S - L എന്ന് പറയുന്നത് എന്തായിരിക്കും? 3 എന്നുള്ളതായിരിക്കും. ഇതുപോലെ വശങ്ങളുടെ എണ്ണവും അകത്തുണ്ടാക്കാവുന്ന
ത്രികോണങ്ങളുടെ എണ്ണവും തമ്മിലുള്ള ബന്ധം കണ്ടുപിടിക്കാമോ? എന്ത് പറയാം നമുക്ക്? നമ്മളിപ്പോൾ പറഞ്ഞത് തന്നെയാണ്, എസ് മൈനസ് എൽ എന്ന് പറയുന്നത് 3 ആണ്. അതുപോലെ തന്നെ ഈ ത്രികോണങ്ങളുടെ എണ്ണം ടി എന്നെടുത്തു കഴിഞ്ഞാൽ എസ് ടി തമ്മിലുള്ള ബന്ധം എന്തായിരിക്കും? ടി സമം എസ് മൈനസ് 3 എസ് മൈനസ് 2 എന്നുള്ളതായിരിക്കും. ഇതിൽ എസ് എന്ന സംഖ്യ 3നേക്കാൾ വലിയ ഏത് അണ്ണൽ സംഖ്യയുമാവാം. എൽ ടി എന്നീ സംഖ്യകളോ അവ തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത് എൽ സമം എസ് മൈനസ് 3 ടി സമം എസ് മൈനസ് 2 എന്നുള്ളതാണ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇതിലെ പ്രവർത്തനങ്ങൾ നോക്കാം. പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒന്നും കൂടെ ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഒരു വരയിലെ ഒരു ബിന്ദുവിൽ നിന്ന് മറ്റൊരു വര വരച്ച ചിത്രങ്ങളാണ് ചുവടെ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ഇത് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. നമുക്കറിയാം ഇതെന്താണ്? ഒരു ലൈനാണ് അല്ലെ, ഒരു നേർരേഖയാണ്. അതിൻ്റെ കുറുകയായിട്ട് ഒരു വര വരച്ചിട്ടുണ്ടെങ്കിൽ, ഒരു ബിന്ദുവിൽ നിന്നും വര വരച്ചു കഴിഞ്ഞാൽ ഇതെന്താണ്? രണ്ടും രേഖീയ ജോഡികളാണല്ലേ, രേഖീയ കോണുകളായിട്ട് വരും. ഇതിൻ്റെ ബന്ധം എന്താണ്? ഇത് രണ്ടും, ഈ കോണും ഇവിടെയുള്ള 2 കോണും കൂടെ കൂട്ടുമ്പോൾ നമുക്ക് 180 എന്നുള്ളത് കിട്ടണം. അത് നമുക്ക് അറിയാവുന്നതാണ്. അടുത്ത ചിത്രം നോക്കി, ഇതെന്താണ്? ഇതൊരു മട്ടകോണാണ് അല്ലേ. മട്ടകോൺ എപ്പോഴും 90 ഡിഗ്രിയും ആയിരിക്കും. ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ നമുക്ക് 180 എന്നുള്ളതും കിട്ടും. ഇതും അതേപോലെ തന്നെയാണ്. ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ നമുക്ക് എന്ത് കിട്ടണം? 180 ഡിഗ്രി എന്നുള്ളത് കിട്ടണം, 180 ഡിഗ്രി എന്നുള്ളത് കിട്ടണം. അപ്പോൾ ഇവിടെ എങ്ങനെ നമുക്ക് പറയാം? ഇപ്പോൾ ഇടതുവശത്തെ കോണും ചിത്രത്തിൽ ചെരിഞ്ഞ വരയുടെ ഇടതും വലതും കോണുകൾ തമ്മിലുള്ള ബന്ധം എങ്ങനെയെല്ലാം പറയാമെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇടത് കോണ് പ്ലസ് വലത് കോണ് എത്രയായിരിക്കും? രണ്ടും കൂടെ കൂട്ടുമ്പോൾ സമം 180 ഡിഗ്രി ആയിരിക്കും. ഇനി നമുക്ക് വലത് കോണ് കാണണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? വലത് കോണ് സമം 180 നിന്നും നമ്മൾ എന്ത് ചെയ്യണം? ഇടത് കോണ് നമ്മൾ മൈനസ് ചെയ്യണം. ഓക്കെ, ഇടത് കോണ്. ഇനി അതല്ല, നമ്മൾ ഇടത് കോണ് ആണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ ഇടത് കോണ് സമം നമ്മൾ എന്ത് ചെയ്യണം? 180 നിന്നും വലത് കോണ് നമ്മൾ മൈനസ് ചെയ്ത് കൊടുക്കുക. അഥവാ ഈ കോണ് ഒരു 120 ഡിഗ്രി ഉണ്ടെങ്കിൽ ഇതെന്തായിരിക്കും? ഇത് 60 ഡിഗ്രി ആയിരിക്കും അല്ലേ. അപ്പോഴാണ് രണ്ടും കൂടെ കൂട്ടുമ്പോൾ 180 ആവുകയുള്ളൂ. ഇത് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ള കാര്യം തന്നെയാണ്. നമ്മൾ മുന്നേ ഉള്ള പാഠഭാഗങ്ങളിലൊക്കെ പഠിച്ചിട്ടുണ്ട്. അത് ജസ്റ്റ് നമ്മളടുത്ത് ഇവിടെ ഒന്ന് ചോദിച്ചിരിക്കുക മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ബന്ധം എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ ചോദ്യം, ഇടതുവശത്തെ കോണിൻ്റെ അളവിനെ എൽ എന്ന അക്ഷരം കൊണ്ടും വലതുവശത്തെ കോണിൻ്റെ അളവിനെ ആർ എന്ന അക്ഷരം കൊണ്ടും സൂചിപ്പിച്ചാൽ എൽ, ആർ എന്നീ സംഖ്യകൾ തമ്മിലുള്ള മാറാത്ത ബന്ധം എങ്ങനെയെല്ലാം എഴുതാമെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ്. ഇവിടെ എന്താ പറയുന്നത്? നമ്മൾ ഇടതുവശത്തെ കോണിന് എൽ എന്ന് കൊടുക്കുകയാണ് അല്ലേ. അപ്പോൾ എൽ എന്ന് കൊടുക്കുകയാണെങ്കിൽ പിന്നെ വലതുവശത്തെ കോണിന് നമ്മൾ ആർ എന്നും കൊടുക്കുകയാണ്. അപ്പോൾ ഇടത് കോൺ പ്ലസ് വലത് കോൺ എന്നുള്ളത് നമ്മൾ എന്ത് എഴുതാം? എൽ പ്ലസ് ആർ ഈക്വൽ ടു സമം 180 എന്നെഴുതാം. ഇനി അടുത്തൊരു ബന്ധം എന്താണ്? നമ്മൾ പറഞ്ഞു വലത് കോണാണ് അല്ലേ. വലത് കോൺ എന്ന് പറയുന്നത് ഏതാണ്? വലത് കോൺ എന്ന് പറയുന്നത് 6 ആണ് അല്ലേ. അഥവാ 6 സമം നമുക്ക് 180 മൈനസ് എൽ ചെയ്താൽ മതി. ഇനി അതല്ല, എല്ലാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? 180 മൈനസ് 6 ചെയ്യണം. ഇത് തന്നെയാണ് നമ്മൾ പറഞ്ഞ ഈ കാര്യം തന്നെയാണ് ഇവിടെ നമ്മൾ അക്ഷരങ്ങൾ വെച്ചിട്ട് എഴുതുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, പറഞ്ഞ കാര്യം തന്നെ അതുപോലെ തന്നെ എഴുതുകയാണ്. നമുക്ക് വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി എഴുതാൻ വേണ്ടി പറ്റുന്നതാണ് ഇങ്ങനെ. മൂന്നാമത്തേത്, എൽ, ആർ എന്നീ സംഖ്യകൾ എപ്പോഴും ഏത് 2 സംഖ്യകൾക്കിടയിലായിരിക്കണം എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഏതിൻ്റെ ഇടയിലാണ് വരേണ്ടത്? നമുക്കറിയാം ഇവിടെ 0ൻ്റെയും, ഇത് 0 ആണെന്ന് വിചാരിക്കുക, ഒരു ഡിഗ്രി 0-ലാണ് തുടങ്ങുന്നതെന്ന് വിചാരിക്കുക. മാക്സിമം പോയ എത്രയിലായിരിക്കും? 180-ലായിരിക്കും അല്ലേ. അപ്പോൾ 0-നും 180-നും ഇടയിലായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ എഴുതി കൊടുക്കുക 0-നും 180-നും ഇടയിൽ. 180-നേക്കാൾ കൂടുതൽ എന്തായാലും പോകില്ല, 0-നേക്കാൾ കുറഞ്ഞും പോകില്ല. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇതിലെ രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ഇത് ഫുള്ള് ക്ലിയറായി എന്ന് വിചാരിക്കുന്നു. വളരെ സിമ്പിളായിട്ടുള്ള കാര്യം തന്നെയാണ്. രണ്ടാമത്തെ ചോദ്യം,
അപ്പോൾ ഇതിലെ ആദ്യത്തെ ചോദ്യം നോക്കാം. ഇവിടെ കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഒന്ന്, 40 സെൻറ്റിമീറ്റർ ചുറ്റളവുള്ള ഒരു സമചതുരത്തിൻ്റെ ഓരോ വശവും 1 സെൻറ്റിമീറ്റർ വീതം നീട്ടി കുറേ കൂടി വലിയ ഒരു സമചതുരം ഉണ്ടാക്കി. വലിയ സമചതുരത്തിൻ്റെ ചുറ്റളവ് എത്ര കൂടി എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്കറിയാം, ഒരു സമചതുരം എന്ന് പറഞ്ഞാൽ എന്താണ്? 4 വശങ്ങളും തുല്യമായിരിക്കും അല്ലേ? ഈ വശവും ഈ വശവും ഈ വശവും ഈ വശവും 4 വശവും തുല്യമായിരിക്കും. 4 വശവും തുല്യമായിട്ടുള്ള ഒരു സമചതുരത്തിൻ്റെ ചുറ്റളവാണ് കൊടുത്തിട്ടുള്ളത് 40 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ചുറ്റളവ് എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്? ചുറ്റളവ് എന്ന് പറയുന്നത് എന്താണ്? 4 ഇൻറ്റു ഒരു വശമാണല്ലേ? 4 ഇൻറ്റു ഒരു വശം. അപ്പോൾ ഈ ഒരു വശം കിട്ടിയാൽ മതി. കാരണം ഇതെന്താണ്? സമചതുരമായതുകൊണ്ടാണ് നമുക്ക് ഒരു വശം കിട്ടേണ്ടത്. ഇനി അതല്ല, സമചതുരമല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് 2 വശം കിട്ടേണ്ടതുണ്ട്. അപ്പോൾ നമുക്കിവിടെ അറിയാം ചുറ്റളവ് എത്രയാണ്? 40 സെൻറ്റിമീറ്റർ ആണല്ലേ? അപ്പോൾ 40 സെൻറ്റിമീറ്ററിൻ്റെ ഒരു വശം എത്രയാണ് നമുക്ക് ആദ്യം മനസ്സിലാക്കണം. എന്നാലേ നമുക്ക് 1 സെൻറ്റിമീറ്റർ കൂട്ടിയത് എത്രയാണെന്ന് അറിയാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ 40 എന്ന് പറയുന്നത് 4 ഇൻറ്റു ഒരു വശമാണല്ലേ? 4 ഇൻറ്റു ഒരു വശം. അപ്പോൾ ഒരു വശം നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? വശം സമം 40 ഹരിക്കണം 4 എത്രയാണ്? 10 സെൻറ്റിമീറ്റർ. ഓക്കെ, അപ്പോൾ ഒരു വശം എന്ന് പറയുന്നത് 10 സെൻറ്റിമീറ്റർ ആണ്. ഇനി ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ എത്രയായിരിക്കും? ഇതെന്ന് പറയുന്നത് 10 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ ഇനി ഉണ്ടാക്കിയിട്ടുള്ള ഒരു സമചതുരം എന്ന് പറയുന്നത് ഓരോ വശവും 11 സെൻറ്റിമീറ്റർ ആവും. കാരണം 1 സെൻറ്റിമീറ്റർ ആണ് കൂട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് ഇത് 11 സെൻറ്റിമീറ്റർ ഉള്ളതായിരിക്കും. അപ്പോൾ ഇതിൻ്റെ ചുറ്റളവ് എത്രയാണ്? പുതിയ ചുറ്റളവ് 4 ഇൻറ്റു 11. 4 ഇൻറ്റു 11 എത്രയാണ്? 44 സെൻറ്റിമീറ്റർ. ഓക്കെ, അപ്പോൾ നമ്മളെടുത്ത് ചോദിച്ചിട്ടുള്ളത് എത്ര ചുറ്റളവ് എത്ര കൂടിയെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇവിടെ ചുറ്റളവ് എത്രയായിരുന്നു? 40 ആയിരുന്നു. ഇവിടെ എത്തിയപ്പോൾ 44 ആയി. അപ്പോൾ ഇവിടെ എത്രയാണ് കൂടിയിട്ടുള്ളത്? 4 സെൻറ്റിമീറ്റർ കൂടി. 4 സെൻറ്റിമീറ്റർ കൂടി. ഇനി നമുക്ക് ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നതാണ്. കാരണം ഇവിടെ 1 സെൻറ്റിമീറ്റർ ആണ് കൂടിയത്. അപ്പോൾ 1 സെൻറ്റിമീറ്റർ എന്ത് ചെയ്യും? 4 വശങ്ങളും കൂടും അല്ലേ? അപ്പോൾ ഓട്ടോമാറ്റിക്കലി 4 സെൻറ്റിമീറ്റർ തന്നെയാണ് കൂടുക. പക്ഷെ നമ്മളത് ചെയ്ത് നോക്കിയിട്ട് നമുക്കത് മനസ്സിലാവണം, ക്ലിയർ ആണോ അല്ലെങ്കിൽ ശരിയാണോ എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇവിടെ 4 സെൻറ്റിമീറ്റർ ആണ് കൂടിയത് എന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. ഇനി നമുക്ക് എന്ത് ചെയ്യാം? രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. 60 സെൻറ്റിമീറ്റർ ചുറ്റളവുള്ള സമചതുരത്തിൻ്റെ വശങ്ങൾ ഇതുപോലെ നീട്ടിയുണ്ടാക്കുന്ന വലിയ സമചതുരത്തിൻ്റെ ചുറ്റളവ് എത്ര കൂടുമെന്നാണ് അടുത്തതായിട്ട് നമ്മളെടുത്ത് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുള്ള കാര്യം എന്താണ്? ഇവിടെയും നമുക്ക് ചുറ്റളവ് തന്നിട്ടുണ്ട് അല്ലേ? എത്രയാണ് ചുറ്റളവ് എന്ന് പറയുന്നത്? നമുക്ക് ആൻസർ ഇവിടെ എഴുതാം. ചുറ്റളവ് 60 ആയിരുന്നു അല്ലേ? 60 സെൻറ്റിമീറ്റർ ആണ് തന്നിട്ടുള്ളത്. 60 സെൻറ്റിമീറ്റർ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ആദ്യം ഒരു വശം കണ്ടുപിടിക്കാം അല്ലേ? ഒരു വശത്തിൻ്റെ നീളം എന്നൊക്കെ നിങ്ങൾക്ക് എഴുതാം കേട്ടോ. ഒരു വശം എന്ന് പറയുന്നത് എത്രയായിരിക്കും? 60നെ നമുക്ക് എന്ത് ചെയ്യാം? 4 കൊണ്ട് ഹരിച്ചു നോക്കാം. എത്ര കിട്ടും? 15 സെൻറ്റിമീറ്റർ എന്നുള്ളത് കിട്ടും. ഓക്കെ, അപ്പോൾ പുതിയ വശം എന്ന് പറയുന്നത് എത്രയാണ്? ഇവിടെ 1 സെൻറ്റിമീറ്റർ തന്നെയാണ് കൂട്ടുന്നത്. അപ്പോൾ ആ ഒരു പുതിയ സമചതുരത്തിൻ്റെ ചുറ്റളവാണ് അടുത്തതായിട്ട് നമ്മൾ നോക്കുന്നത്. ഓക്കെ, പുതിയ സമചതുരത്തിൻ്റെ ചുറ്റളവ് എത്രയായിരിക്കും? ഇവിടെ 15 ഉണ്ടായിരുന്നത് ഒരെണ്ണം കൂടി 16 ആയിട്ട് മാറും. അപ്പോൾ 16 ഇൻറ്റു 4 എത്രയാണ്? 64 സെൻറ്റിമീറ്റർ. അപ്പോൾ ഇവിടെയും അതുപോലെ ഒരു സമചതുരത്തിൻ്റെ ചുറ്റളവ് എത്ര കൂടും? ഇവിടെ 60 ആയിരുന്നു, ഇതെന്തായി? 64 ആയി. അപ്പോൾ എത്രയാണ് കൂടിയിട്ടുള്ളത്? 4 സെൻറ്റിമീറ്റർ തന്നെയാണ് കൂടിയത്. 4 സെൻറ്റിമീറ്റർ കൂടും. ഓക്കെ, അപ്പോൾ അതും ഒരേപോലെയാണോ ഉള്ളത് എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളുടെ അടുത്ത് ഇതും കൂടെ ചെയ്യാൻ വേണ്ടി അവർ പറഞ്ഞിട്ടുള്ളത്. ഇനി മൂന്നാമത്തെ ചോദ്യം, ഏത് സമചതുരത്തിൻ്റെ ചുറ്റളവും വശങ്ങളെല്ലാം 1 സെൻറ്റിമീറ്റർ നീട്ടി ഉണ്ടാക്കുന്ന വലിയ സമചതുരത്തിൻ്റെ ചുറ്റളവും തമ്മിലുള്ള ബന്ധം ഒരേ സംഖ്യയാണോ? എന്തുകൊണ്ട് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ അങ്ങനെ തന്നെയാണോ? ആണ് അല്ലേ? അപ്പോൾ നമ്മളവിടെ എന്ത് എഴുതി കൊടുക്കണം? ആണ്. കാരണം വശങ്ങൾ 1 സെൻറ്റിമീറ്റർ വെച്ചാണ് കൂടുന്നത്.
ഓക്കെ, അപ്പോൾ 4 വർഷം കൂടുമ്പോൾ 4 സെൻറ്റിമീറ്റർ കൂടും. ഇനി സമചതുരമല്ലാത്ത ചതുരങ്ങൾക്കും ഇത് ശരിയാണോ എന്ന് ചോദിക്കുന്നുണ്ട്. ശരിക്കും സമചതുരമല്ലാത്ത ചതുരങ്ങൾക്കും ഇത് ശരിയാണ്. കാരണം അവിടെയും എന്താണ് 1 സെൻറ്റിമീറ്റർ വെച്ച് തന്നെയാണ് കൂടുന്നത്. അപ്പോൾ അവിടെ എന്ത് എഴുതി കൊടുക്കണം നമ്മൾ? അതെ എന്ന് എഴുതി കൊടുക്കുക. ഓക്കെ, ശരിയാണോ? അതെ. ഇനി 5ാമത്തെ ചോദ്യം, വലുതാക്കിയ ചതുരത്തിൻ്റെ അളവ് പി എന്നും ആദ്യത്തെ ചെറിയ ചതുരത്തിൻ്റെ ചുറ്റളവ് എസ് എന്നും എഴുതിയാൽ ഈ സംഖ്യകൾ തമ്മിലുള്ള ബന്ധം എങ്ങനെയെല്ലാം എഴുതാം എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇവിടെ ചെറിയ ചതുരത്തിൻ്റെ ചുറ്റളവിന് നമ്മൾ എന്താ പറയുന്നത്? പി എന്നാണ് പറയുന്നത് അല്ലേ. വലുതാക്കിയ ചതുരത്തിൻ്റെ ചുറ്റളവ് പി എന്നും ചെറിയ ചതുരത്തിൻ്റെ ചുറ്റളവ് എസ് എന്നും പറയുന്നു. അപ്പോൾ നമുക്കറിയാം ചെറിയ ചതുരത്തിൻ്റെ ചുറ്റളവിൻ്റെ കൂടെ, ചെറിയ ചതുരത്തിൻ്റെ ചുറ്റളവ് എന്ന് പറയുന്നത് ഏതാണ്? എസ്. അതിൻ്റെ കൂടെ 4 സെൻറ്റിമീറ്റർ കൂട്ടിയതാണ് എന്ത്? വലിയ ചതുരത്തിൻ്റെ ചുറ്റളവ് എന്ന് പറയുന്നത്, അഥവാ S+4 P എന്നുള്ളതാണ്. ഇനി അതുപോലെ തന്നെ എസ് എന്ന് പറയുന്നത് എന്താണ്? ഈ വലിയ ചതുരത്തിൻ്റെ ചുറ്റളവിൽ നിന്നും 4 കുറച്ചതാണ് ഈ ചെറിയ ചതുരത്തിൻ്റെ ചുറ്റളവ് എന്ന് പറയുന്നത്. അപ്പോൾ P-4 എന്ന് പറയുന്നത് എസ് ആണ്. അപ്പോൾ ഇതാണ് ഇത് തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത്. ഇങ്ങനെ തന്നെ എഴുതി കൊടുത്താൽ മതി. ഓക്കെ, S+4 P, P-4 S. ഓക്കെ, അപ്പോൾ ഈ പ്രവർത്തനം കഴിഞ്ഞു. അടുത്തത് അക്ഷരഗുണനം എന്നുള്ളതാണ്. താഴെ ഒരു തീപ്പെട്ടി കൊള്ളി കൊണ്ട് ഒരു ചിത്രം ഉണ്ടാക്കിയിട്ടുണ്ട് അല്ലേ. ഈ ചിത്രത്തിൽ എത്ര ത്രികോണങ്ങളുണ്ട് എന്നാണ് ചോദിക്കുന്നത്. എത്ര ഉണ്ട്? 1, 2, 3, 4 ത്രികോണങ്ങൾ അല്ലേ. ഇവ ഉണ്ടാക്കാൻ എത്ര തീപ്പെട്ടിക്കോലുകൾ ഉപയോഗിച്ചിട്ടുണ്ട്? എങ്ങനെയാണ് കണക്കാക്കേണ്ടത്? ഒരെണ്ണത്തിന് നമ്മൾ 3 എണ്ണം ഉപയോഗിക്കും അല്ലേ. 3 + 3 + 3 + 3 + 3 എത്രയായി? 12 ആയി. അഥവാ 3 × 4 12 ആണ്. ഇങ്ങനെ 10 ത്രികോണം ഉണ്ടാക്കാൻ എത്ര കോലുകൾ വേണം എന്നാണ് ചോദിക്കുന്നത്. ഇങ്ങനെയാണെങ്കിൽ 10 എണ്ണം ഉണ്ടാക്കാൻ എത്ര എണ്ണം വേണം? 10 × 3 ചെയ്താൽ മതി അല്ലേ. എത്രയും 30 എണ്ണം വേണമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. പൊതുവെ പറഞ്ഞാൽ ത്രികോണങ്ങളുടെ എണ്ണത്തിൻ്റെ 3 മടങ്ങാണ് കോലുകളുടെ എണ്ണം അല്ലേ. ത്രികോണങ്ങൾ എന്ന് പറയുന്നത് 3 എണ്ണമാണ്. അതിൻ്റെ കോലുകളുടെ എണ്ണം എന്ന് പറയുന്നത് അതിൻ്റെ മടങ്ങാണ്. ഒരു ത്രികോണം ഉണ്ടാക്കാൻ അതിൻ്റെ 3 മടങ്ങായിട്ടുള്ള ഒരു ത്രികോണത്തിന് 3 കോലുകൾ വേണം. ഇത് അക്ഷരങ്ങൾ ഉപയോഗിച്ച് ചുരുക്കി പറയുകയാണെങ്കിൽ ത്രികോണങ്ങളുടെ എണ്ണത്തെ നമ്മൾ T എന്ന് പറയാം, കോലുകളുടെ എണ്ണത്തെ നമുക്ക് M എന്നും പറയാം. അപ്പോൾ എന്താണ് കോലുകളുടെ എണ്ണം എന്ന് പറയുന്നത് M 3 × T അഥവാ 3 × T എന്ന് പറയുന്നത് എന്താണ്? ത്രികോണങ്ങളുടെ എണ്ണം. എത്ര എണ്ണം ഉണ്ടോ അത്രയും നമുക്ക് വേണം അല്ലേ. അപ്പോൾ ഒരെണ്ണം ത്രികോണത്തിന് 3 എണ്ണം. അപ്പോൾ T എന്ന് പറയുന്നത് ഒരു 4 ത്രികോണമാണെന്ന് വിചാരിക്കാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? 3 × 4. അപ്പോൾ അത്രയും എണ്ണമാണ് നമ്മളുടെ M എന്ന് പറയുന്ന കോലുകളുടെ എണ്ണം എന്ന് പറയുന്നത്. അപ്പോൾ സംഖ്യകൾക്ക് പകരം അക്ഷരങ്ങൾ എഴുതുമ്പോൾ സാധാരണയായിട്ട് ഗുണനചിഹ്നം എഴുതാറില്ല. ഓക്കെ, അത് നമ്മൾ മനസ്സിലാക്കുക. സാധാരണ എന്ത് എഴുതാറില്ല? ഗുണനചിഹ്നം എഴുതാറില്ല. അതായത് 3 × x എന്ന് വരികയാണെങ്കിൽ ഓക്കെ നമ്മൾ എന്താ എഴുതുക? 3x എന്നാണ് എഴുതി കൊടുക്കാറ്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ നമ്മൾ ഗുണനം ഇടേണ്ട ആവശ്യമില്ല. ചിഹ്നമായ ഇൻറ്റുവും എക്സ് എന്ന അക്ഷരവും ഏതാണ്ട് ഒരുപോലെ ആയതുകൊണ്ടാവാം ചിലപ്പോൾ അങ്ങനെ ഇടാത്തത്. കാരണം കൂടുതൽ നമ്മൾ മാത്സിൽ ഉപയോഗിക്കുന്ന ഒന്നാണ് എക്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് അത് രണ്ടും ഒരേപോലെ ആയതുകൊണ്ട് നമ്മൾ എന്തുണ്ടും ഇൻറ്റു എന്നുള്ളത് നമ്മളവിടെ ഉപയോഗിക്കാറില്ല, അക്ഷരം മാത്രമേ ഇടാറുള്ളൂ. അപ്പോൾ ത്രികോണങ്ങളുടെ എണ്ണമായ T എന്ന അക്ഷരവും തീപ്പെട്ടിക്കോലുകളുടെ എണ്ണമായ M എന്ന അക്ഷരവും തമ്മിലുള്ള ബന്ധം എന്തെഴുതാം? M = 3T എന്ന് എഴുതി കൊടുക്കാം. ഓക്കെ, 3 × T എന്ന് എഴുതേണ്ട ആവശ്യമില്ല, 3T എന്ന് എഴുതി കൊടുത്താൽ മതി. അപ്പോൾ ത്രികോണങ്ങളുടെ എണ്ണത്തിൻ്റെ 3 മടങ്ങാണ് ഉണ്ടാക്കാൻ ആവശ്യമായ തീപ്പെട്ടിക്കോലുകളുടെ എണ്ണം എന്നതിൻ്റെ ചുരുക്കെഴുത്താണ് അതെന്ന് പറയുന്നത്. ഇതിൽ T ആയി ഏത് എണ്ണൽ സംഖ്യയും എടുക്കാം. അതിൻ്റെ 3 മടങ്ങായതിനാൽ M എന്ന സംഖ്യ 3ന്റെ ഗുണിതമാണ്. മറിച്ച് 3ന്റെ ഗുണിതമായ ഏതെങ്കിലും സംഖ്യ എടുത്താൽ അത്രയും കോലുകൾ കൊണ്ട് എത്ര ത്രികോണം ഉണ്ടാക്കാം എന്നുള്ളത് നമുക്ക് നോക്കാം അല്ലേ. ഇപ്പോൾ നമ്മൾ പറയാണ്, ഇവിടെ പറഞ്ഞ കാര്യം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. T എന്ന് പറയുന്നത് എന്താണ്? ഒരു എണ്ണൽ സംഖ്യ ആവാം അല്ലേ. ഇപ്പോൾ എന്താണ് നമ്മൾ 7 എന്നുള്ളത് എടുക്കുകയാണെങ്കിൽ അവിടെ എന്താണ്? അതിൻ്റെ 3 മടങ്ങാണ്, അഥവാ MT 3T എന്നുള്ളതല്ല. അപ്പോൾ നമ്മൾ എന്ത് കൊടുക്കണം? ഇവിടെ 3 × 7 എന്നുള്ളത് കൊടുക്കണം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് എന്തായിരിക്കും? 3ന്റെ ഗുണിതമായിരിക്കും അല്ലേ. 3ന്റെ ടേബിളിൽ വരുന്ന ഒന്ന് തന്നെയാണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ഇനി നമ്മൾ പറയുകയാണെങ്കിൽ 3ന്റെ ഗുണിതത്തിലുള്ള ഒരു സംഖ്യ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു സംഖ്യ നമ്മൾ എടുക്കുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ 45 എന്നുള്ളത് എടുക്കുകയാണ്. അപ്പോൾ അവിടെ എത്ര ത്രികോണം ഉണ്ടാക്കും
ഉണ്ടാക്കാം എന്നുള്ളത് നമ്മൾ എങ്ങനെ കാണുക? 45നെ 3 കൊണ്ട് നമ്മൾ ഹരിച്ചു നോക്കുകയാണ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഉത്തരം 15 എന്നുള്ളത് കിട്ടും. അപ്പോൾ പൊതുവെ പറഞ്ഞാൽ ത്രികോണങ്ങളുടെ എണ്ണം കോലുകളുടെ എണ്ണത്തെ 3 കൊണ്ട് ഹരിച്ചതാണെന്ന് നമുക്ക് പറയാം. അപ്പോൾ ടി എന്ന് പറയുന്നത് എന്താണ്? m ഹരിക്കണം 3 എന്നുള്ളതാണ്. ഏത് ഹരണവും ഭിന്നസംഖ്യയായി എഴുതാമെന്ന് നമ്മൾ 5ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ തീപ്പെട്ടി കോലുകളുടെ എണ്ണവും ത്രികോണങ്ങളുടെ എണ്ണവും തമ്മിലുള്ള ബന്ധം നമുക്ക് എങ്ങനെ എഴുതാം? ടി സമം m/3 എന്ന് എഴുതാം. ഓക്കെ, m ഹരിക്കണം 3, അതാണ് m/3 എന്ന് പറയുന്നത്. ഇനി ത്രികോണങ്ങൾ ഉണ്ടാക്കുന്നത് ഇങ്ങനെയാണെങ്കിലോ, ഇത് നോക്കൂ, ഇവിടെ ത്രികോണങ്ങൾ വേറെ രീതിയിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അല്ലേ, സെപ്പറേറ്റ് ആയിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ത്രികോണങ്ങളുടെ എണ്ണവും ഉപയോഗിച്ച കോലുകളുടെ എണ്ണവും ഒരു പട്ടികയായിട്ട് നമുക്കൊന്ന് എഴുതി നോക്കാം. അപ്പോൾ ഇത് എഴുതുന്നേക്കാളും മുന്നേ നമുക്ക് ഈ ഒരു ബന്ധം നമുക്കൊന്ന് നോക്കാം അല്ലേ. ഇവിടെ നോക്കൂ, ഇവിടെ ഒരു ത്രികോണമാണ്, അതിന് എത്രയാണ്? 3 എണ്ണമാണ് ഉപയോഗിച്ചിട്ടുള്ളത് അല്ലേ. അപ്പോൾ 3 എണ്ണമാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ ബന്ധം എന്ന് പറയുന്നത് ഇവിടെ 1 × 2 എത്രയാണ്? 2. അതിൻ്റെ കൂടെ ഒന്നും കൂടെ കൂട്ടുക. അപ്പോൾ എത്ര കിട്ടും? 2 + 1 എന്ന് പറയുന്നത് 3. അപ്പോൾ 3 എണ്ണമാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. ഇനി ഇത് നോക്കൂ, ഇവിടെ 2 ത്രികോണമാണ് അല്ലേ. അപ്പോൾ 2 ത്രികോണത്തിന് നമ്മൾ 2 × 2 എന്നുള്ളത് ചെയ്ത് നോക്കുക. 2 × 2 അതിൻ്റെ കൂടെ ഒന്നും കൂടെ കൂട്ടുക. അപ്പോൾ എത്രയായി? 4 + 1 5 എന്നുള്ളത് കിട്ടി. ഒന്ന് എണ്ണി നോക്കൂ, 1 2 3 4 5 എണ്ണം. ഇനി 3 എണ്ണമാണെങ്കിൽ എന്ത് ചെയ്താൽ മതി? നമ്മൾ 3 × 2 ചെയ്യുക, അതിൻ്റെ കൂടെ ഒന്ന് കൂട്ടി നോക്കുക. 3 × 2 6, 6 + 1 എന്ന് പറയുന്നത് 7. ഇനി അടുത്തത് ഇവിടെ 1 2 3 4 4ആണ്. അപ്പോൾ 4 × 2 + 1 ചെയ്ത് നോക്കുക. 4 × 2 എന്ന് പറയുന്നത് 6, 4 × 2 6 അല്ല 8, 8 + 1 9 എണ്ണം. അപ്പോൾ 9 സ്റ്റിക്കാണ് ഇവിടെ വേണ്ടത്. അപ്പോൾ അതനുസരിച്ച് വേണം നമ്മൾ ഈ ഒരു ടേബിൾ നമുക്ക് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കാൻ. നമുക്ക് ചെയ്ത് നോക്കാം. ഒരു ത്രികോണം അല്ലേ, അവിടെ 3 കോലുകളാണ് നമ്മൾ പറഞ്ഞു. എങ്ങനെയാണത് കിട്ടിയിട്ടുള്ളത്? 1 × 2 + 1 ആണ്. 5 കിട്ടിയിട്ടുള്ളത്. 2 ത്രികോണങ്ങളാണ്, 2 × 2 + 1. ഇനി 3 ത്രികോണങ്ങളാണ്, അപ്പോൾ എന്താവും? 3 × 2 + 1. ഇനി ഇവിടെ 4 ത്രികോണമാണ്, അപ്പോൾ 4 × 2 8 + 1 ആണ്. ഇനി ഇവിടെ കിട്ടേണ്ടത് 5 ത്രികോണമാണ് അല്ലേ. അപ്പോൾ 5 ത്രികോണമാകുമ്പോൾ എന്തായിരിക്കും? 5 × 2 അല്ലേ, 5 × 2 + 1 എത്ര കിട്ടും? 5 × 2 10, 10 + 1 11 എണ്ണം. ഇനി 6 ആണ്, അപ്പോൾ 6 × 2 + 1, 6 × 2 എത്രയാണ്? 12, 12 + 1 13. അപ്പോൾ 13 തീപ്പെട്ടി കോലുകളാണ് വേണ്ടത്. അപ്പോൾ ഈ രീതിയിൽ വേണം ഇത് നിങ്ങൾ മനസ്സിലാക്കിയെടുക്കാൻ. അപ്പോൾ ത്രികോണങ്ങളുടെ എണ്ണവും ഉണ്ടാക്കാൻ വേണ്ട തീപ്പെട്ടി കോലുകളുടെ എണ്ണവും തമ്മിൽ എന്തെങ്കിലും ബന്ധം കാണുന്നുണ്ടോ? ഉണ്ട് അല്ലേ. എന്താ നമ്മൾ പറഞ്ഞത്? എത്ര ത്രികോണമാണോ ഉണ്ടാക്കുന്നത് അതിനെ 2 കൊണ്ട് നമ്മൾ ഗുണിച്ചിട്ട് അതിൻ്റെ കൂടെ 1 കൂട്ടി കൊടുത്താൽ മതി. അത്രയും തീപ്പെട്ടി കോലുകളാണ് അവിടെ ആവശ്യമായിട്ടുള്ളത്. ഇനി ത്രികോണങ്ങൾ ഉണ്ടാക്കുന്നതിന് ഇങ്ങനെ ഒന്ന് കണ്ടു നോക്കൂ. എന്താണ് ഇവിടെ? ഇത് നോക്കൂ, ഇവിടെ ഏത് രൂപത്തിലാണ് വന്നിട്ടുള്ളത്? ആദ്യം ഇത് 2 എണ്ണം കൊടുക്കും, പിന്നെ ഈ 2 എണ്ണം ജോയിൻ ചെയ്യും അല്ലേ. അപ്പോൾ ഇതൊരു രൂപമാണ്. ഇത് ആദ്യം ചെയ്യും, അതുപോലെ ഇത് ആദ്യം ചെയ്യും, പിന്നെ ഈ ഒരെണ്ണം കൂട്ടിക്കൊടുക്കും. ഓക്കെ, അപ്പോൾ ഇത് എങ്ങനെയാണ് എന്നുള്ളതാണ് ഈ ഒരു ചിത്രത്തിൽ നമുക്ക് കാണിച്ചു തന്നിട്ടുള്ളത്. അപ്പോൾ ത്രികോണങ്ങളുടെ എണ്ണവും കോലുകളുടെ എണ്ണവും തമ്മിലുള്ള ബന്ധം ഇങ്ങനെ പറയാം. എങ്ങനെ പറയാം? ത്രികോണങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് ഒരു ത്രികോണം ഉണ്ടാക്കണമെങ്കിൽ 2 + 1 വേണം. 2 എണ്ണം ഉണ്ടാക്കാൻ 2 × 2 + 1 വേണം. 3 എണ്ണം ഉണ്ടാക്കാൻ 2 × 3 + 1. 4 ഉണ്ടാക്കാൻ 2 × 4 + 1. 5 ഉണ്ടാക്കാൻ എത്രയായിരിക്കും? 2 × 5 + 1. 6 എണ്ണം ഉണ്ടാക്കാൻ 2 × 6 + 1. ഇതാണ് അതിൻ്റെ ബന്ധം എന്ന് പറയുന്നത്. പൊതുവെ പറഞ്ഞാൽ ഇങ്ങനെ ത്രികോണങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഉപയോഗിക്കുന്ന കോലുകളുടെ എണ്ണം ത്രികോണങ്ങളുടെ എണ്ണത്തിൻ്റെ 2 മടങ്ങിനോട് 1 കൂട്ടിയതാണ് അല്ലേ. 2 മടങ്ങാണ്, അതിനോട് 1 കൂടെ കൂട്ടുമ്പോഴാണ് എത്ര കോലുകൾ എന്നുള്ളത് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇതും നമുക്ക് എന്ത് ചെയ്യാം? അക്ഷരങ്ങൾ ഉപയോഗിച്ച് എഴുതാൻ വേണ്ടി പറ്റും. അപ്പോൾ ത്രികോണങ്ങളുടെ എണ്ണത്തിന് നമ്മൾ എന്തെടുക്കുകയാണ്? ടി എന്ന് പറയാണ്. ഉപയോഗിക്കുന്ന കോലുകളുടെ എണ്ണത്തെ നമ്മൾ m എന്നും പറയാണ്. അപ്പോൾ m എന്ന് പറയുന്നത് എന്താണ്? 2 × t + 1. അപ്പോൾ 2 × t എന്ന് പറയുന്നത് നമുക്ക് പറഞ്ഞു 2t എന്ന് പറഞ്ഞാൽ മതി അല്ലേ. അപ്പോൾ 2t + 1 എന്ന് പറയുന്നതാണ്. ഇനി ഇങ്ങനെ 10 ത്രികോണങ്ങൾ ഉണ്ടാക്കാൻ എത്ര കോലുകൾ വേണമെന്ന് എങ്ങനെ നമുക്ക് കണക്കാക്കാം? നമുക്ക് എന്ത് ചെയ്താൽ മതി? 2 × 10 + 1 ചെയ്താൽ മതി. 2 × 10 എന്ന് പറയുന്നത് 20, 20 + 1 21 കോലുകളാണ് അവിടെ വേണ്ടത്. ഇനി അതായത് അങ്ങനെ 10 ത്രികോണം ഉണ്ടാക്കാൻ 21 തീപ്പെട്ടി കോലുകൾ വേണം. ഇവിടെ ത്രികോണങ്ങളുടെ എണ്ണം എത്ര വേണമെങ്കിലും ആകാം. അതായത് ടി എന്ന് പറയുന്നത് ഏത് എണ്ണൽ സംഖ്യയാണെങ്കിലും ആവാം. അതിൻ്റെ 2 മടങ്ങിനോട് 1 കൂട്ടിയതാണ് ത്രികോണങ്ങളുടെ കോലുകളുടെ എണ്ണം അഥവാ m എന്ന് പറയുന്നത്. അപ്പോൾ m എന്നത് ഒറ്റ സംഖ്യയാണ്. അത് 3ഓ അതിലധികമോ ആയിരിക്കുകയും വേണം. ഓക്കെ, എന്തുകൊണ്ട് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ എന്താണ് കാരണം? ഇനി
എപ്പോഴും എന്തായിരിക്കും? ഒറ്റ സംഖ്യ തന്നെയായിരിക്കും. കാരണം അതെന്താണ്? 2 മടങ്ങ് എന്ന് പറയുമ്പോൾ അത് ഇരട്ട സംഖ്യയാണ്. ആ ഇരട്ട സംഖ്യയോട് കൂടെ ഒന്നും കൂടെ കൂട്ടിയതാണ്. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും അത് എന്തായിരിക്കും? ഒറ്റ സംഖ്യ തന്നെയായിരിക്കും. ഇനി അത്തരം ഒരു സംഖ്യ എടുത്താൽ അത്രയും കോലുകൾ ഉപയോഗിച്ച് എത്ര ത്രികോണം ഉണ്ടാക്കാം എന്നുള്ളത് നമുക്ക് നോക്കാം അല്ലേ. എന്ത് ചെയ്താൽ മതി? ഇപ്പോൾ 45 എന്ന് പറയുന്നതാണ്. 45 നമ്മൾ 2 കൊണ്ട് ഹരിച്ചിട്ട് അതിന് 1 മിച്ചം വെച്ചാൽ മതി അല്ലേ. അപ്പോൾ 2 കൊണ്ട് ഹരിച്ച് അതിൻ്റെ മടങ്ങും മിച്ചവുമായിട്ട് എഴുതാം. അപ്പോൾ 45 നമ്മൾ എന്ത് ചെയ്യണം? 2 കൊണ്ട് ഹരിക്കുമ്പോൾ എന്ത് കിട്ടും? 2 × 22 എന്ത് പറയുന്നത്? 45 + 1. അപ്പോൾ ഇനി തിരിച്ചാലോചിച്ചാൽ 22 ത്രികോണം ഉണ്ടാക്കാൻ വേണ്ടത് 2 × 22 + 1 45 തീപ്പെട്ടികളാണ്. അപ്പോൾ 45നെ 2 കൊണ്ട് ഹരിച്ചാലുള്ള ഹരണഫലമായി 22 ത്രികോണങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഹരണഫലം കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? 44നെ 2 കൊണ്ട് ഹരിച്ചാൽ പോരെ. അതായത് 45 - 1 ചെയ്യാം. അപ്പോൾ എത്ര കിട്ടും? 44. ഇനി 44 നമ്മൾ 2 കൊണ്ട് ഹരിച്ചാൽ മതി. അപ്പോൾ എത്ര കിട്ടും? 22 എന്നുള്ളത് കിട്ടും. ഇനി 51 ആണെങ്കിൽ 51ൽ നിന്ന് 1 കുറക്കുക. അപ്പോൾ 50 എന്ന് കിട്ടും. 50നെ നമ്മൾ എന്ത് ചെയ്യുക? 2 കൊണ്ട് ഹരിച്ചു നോക്കുക. അപ്പോൾ 25. അപ്പോൾ 25 ത്രികോണങ്ങളാണ് ഉണ്ടാക്കാൻ വേണ്ടി പറ്റുന്നത്. ഇനി 25 ത്രികോണം ഉണ്ടാക്കാൻ എത്ര കോല് വേണം എന്ന് നോക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? 2 × 25 ചെയ്യുക. എത്രയാണ്? 2 × 25 50 + 1 51 കോലുകളാണ് വേണ്ടത്. അപ്പോൾ 3നേക്കാൾ വലിയ ഒരു സംഖ്യ എടുത്താൽ അത്രയും കോലുകൾ കൊണ്ട് ഉണ്ടാക്കാവുന്ന ത്രികോണങ്ങളുടെ എണ്ണം എങ്ങനെ കണക്കാക്കും? എന്ത് ചെയ്യുക? സംഖ്യയിൽ നിന്ന് 1 കുറക്കുക. എന്നിട്ട് ആ കിട്ടിയ സംഖ്യ 2 കൊണ്ട് ഹരിക്കാം. ഇത് അക്ഷരങ്ങൾ ഉപയോഗിച്ച് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. m എന്നത് 3നേക്കാൾ വലിയ സംഖ്യയായി എടുത്താൽ ആ m തീപ്പെട്ടിക്കോലുകൾ കൊണ്ട് ഇപ്പോൾ ചെയ്തിരിക്കുന്നത് പോലെ m-ൽ നിന്ന് 1 കുറക്കുക. m - 1. എന്നിട്ട് എന്ത് ചെയ്യുക? m-നെ 2 കൊണ്ട് നമ്മൾ ഹരിച്ചു നോക്കുക. അപ്പോൾ എന്ത് ചെയ്യാം? t = m - 1 / 2 എന്നുള്ളത് വരും. ഓക്കെ. അഥവാ ഇപ്പോൾ 51 ആണെങ്കിൽ എന്ത് ചെയ്യണം? 51നെ നമ്മൾ 1 കൊണ്ട് കുറക്കുക. എന്നിട്ട് അതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ 50/2 എന്നുള്ളത് വരും. 25 എന്നുള്ള ഉത്തരവും നമുക്ക് കിട്ടും. ഓക്കെ. ഇനി മറ്റൊരു കാര്യം നോക്കാം. തീപ്പെട്ടി കോലുകൾ കൊണ്ട് 2 തരത്തിൽ ത്രികോണ കൂട്ടുകൾ ഉണ്ടാക്കിയല്ലോ. ഒരു ത്രികോണം ഉണ്ടാക്കാൻ എങ്ങനെയായാലും 3 കോലുകൾ വേണം. 2 ത്രികോണങ്ങളുടെ കൂട്ടം ഉണ്ടാക്കാനോ? 2 ത്രികോണങ്ങളുടെ കൂട്ടം ഉണ്ടാക്കാൻ അവിടെ 5 എണ്ണം മാത്രമേ മതി. അപ്പോൾ ആദ്യ രീതിയിൽ എത്ര കോലുകൾ വേണം? രണ്ടാമത്തെ രീതിയിൽ എത്ര കോലുകൾ വേണം? ആദ്യത്തെ രീതിയിൽ 6 കോലുകൾ വേണം. രണ്ടാമത്തെ രീതിയിൽ 5 കോലുകൾ മതി. അപ്പോൾ കോലുകളുടെ എണ്ണത്തിൽ വ്യത്യാസം വന്നു അല്ലേ. ഈ പട്ടിക ഒന്ന് നിങ്ങൾ നോക്കൂ. ആദ്യം ഒരു ത്രികോണമാണ് ഉണ്ടാക്കുന്നത്. അത് 3 എണ്ണം വേണം. അപ്പോൾ അത് ഓരോന്ന് ഉണ്ടാക്കാൻ 3 എണ്ണം തന്നെ വേണം. ഇവിടെ 2 എണ്ണം ഉണ്ടാക്കുമ്പോൾ ഇതിന് എത്ര വേണം? 6 എണ്ണം വേണം. ഇങ്ങനെ ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് 5 എണ്ണം മതി. ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ 9 എണ്ണം വേണം. ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് 7 എണ്ണം മതി അല്ലേ. അപ്പോൾ ഇവിടെ വ്യത്യാസം എത്രയാണ്? ഇവിടെ 2 എണ്ണം ഉണ്ടാക്കുമ്പോൾ 1-ൽ വ്യത്യാസം വരും. ഇവിടെ 2 എണ്ണത്തിലും വ്യത്യാസം വരുന്നുണ്ട്. അപ്പോൾ ഒരേ എണ്ണം ത്രികോണങ്ങൾ 2 രീതിയിൽ ഉണ്ടാക്കുമ്പോൾ കോലുകളുടെ എണ്ണത്തിൽ വരുന്ന വ്യത്യാസം നമുക്ക് മനസ്സിലായി. 2 രീതിയിലും 4 ത്രികോണങ്ങൾ വീതം ഉണ്ടാക്കാൻ ആദ്യത്തെ രീതിയിൽ എത്ര കോലുകൾ കൂടുതൽ ഉപയോഗിക്കണം? അവിടെ 5 ത്രികോണങ്ങളാണ് ഉണ്ടാക്കുന്നത് അല്ലേ. അപ്പോൾ അവിടെ എന്തുണ്ടാവും? 4 ത്രികോണം ഉണ്ടാക്കുമ്പോൾ മറ്റേതിൽ 4 × 3 ചെയ്ത് നോക്കുക. ഇവിടെ എന്ത് ചെയ്യുക? അതിൽ നിന്നും 1 കുറച്ചിട്ട് വേണം നമ്മൾ ചെയ്യാൻ. അപ്പോൾ ത്രികോണങ്ങളുടെ എണ്ണം 2 രീതിയിൽ ഉണ്ടാക്കുമ്പോൾ കോലുകളുടെ എണ്ണത്തിൽ വരുന്ന വ്യത്യാസം തമ്മിൽ ബന്ധമുണ്ട്. അഥവാ ത്രികോണങ്ങളുടെ എണ്ണം t എന്ന അക്ഷരം കൊണ്ടും 2 രീതിയിൽ ഉണ്ടാകുന്ന കോലുകളുടെ എണ്ണത്തിൽ വരുന്ന വ്യത്യാസത്തെ d എന്നും എടുത്താൽ t - 1 ആണ് അവിടെ വ്യത്യാസം എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് ഈ വ്യത്യാസം എപ്പോഴും ത്രികോണങ്ങളുടെ എണ്ണത്തേക്കാൾ 1 കുറവായിരിക്കുന്നത്? അഥവാ ഒരു കുട്ടി തീപ്പെട്ടി കോലുകൊണ്ട് ആദ്യം പറഞ്ഞ രീതിയിൽ 10 ത്രികോണം ഉണ്ടാക്കി. മറ്റൊരു കുട്ടി രണ്ടാമത്തെ രീതിയിലാണ് 10 ത്രികോണങ്ങൾ ഉണ്ടാക്കിയത്. ആരാണ് കൂടുതൽ കോലുകൾ ഉപയോഗിച്ചത്? എത്ര കൂടുതൽ? ആരായിരിക്കും? ഒന്നാമത്തെ കുട്ടി തന്നെ ആയിരിക്കും അല്ലേ. രണ്ടാമത്തെ കുട്ടി എന്തായാലും അതിനേക്കാൾ കുറവ് തന്നെയായിരിക്കും ഉപയോഗിച്ചിട്ടുണ്ടായിരിക്കാം. ഇനി എന്തായാലും താഴെയുള്ള ചോദ്യങ്ങൾ നമുക്ക് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങൾ കൂടുതലായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഓക്കെ. അപ്പോൾ ഇവിടെ തീപ്പെട്ടി കോലുകൾ കൊണ്ട് സമചതുരങ്ങളും ഉണ്ടാക്കാം എന്നാണ് പറയുന്നത്. ഇവിടെ ഒരുപാട് ചോദ്യമുണ്ട്. നമുക്ക് ആദ്യത്തെ ചോദ്യം നോക്കാം. ഇങ്ങനെ തുടർന്നുണ്ടാക്കുന്ന സമചതുരങ്ങളുടെ എണ്ണവും ഉപയോഗിച്ച തീപ്പെട്ടി കോലുകളുടെ എണ്ണവും തമ്മിലുള്ള ബന്ധം എന്താണ്? ഇവിടെ ഒന്നാമത്തെ നോക്കൂ. ആദ്യത്തെ സമചതുരമാണ് അല്ലേ. ഒന്നാമത്തെ സമചതുരത്തിൽ എത്രയാണുള്ളത്? 1 2 3 4 തീപ്പെട്ടി കോലുകളാണ് ഉപയോഗിച്ചിട്ടുള്ളത്. രണ്ടാമത്തെ ചിത്രം നോക്കൂ. അവിടെ 1 2 3 4 5 6 7 8 എണ്ണമാണ് ഉപയോഗിച്ചിട്ടുള്ളത്. മൂന്നാമത്തേത് എടുക്കുകയാണെങ്കിൽ അതിൽ 12 എണ്ണമാണ് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. നാലാമത്തേത് എടുക്കുകയാണെങ്കിൽ അതിൽ 16 എണ്ണമായിരിക്കും. 4 8 12 16 തമ്മിലുള്ള ബന്ധം എന്താണ്? 4ൻ്റെ ഗുണിതമാണ് അല്ലേ. അപ്പോൾ നമുക്ക് പറയാം, ഇപ്പോൾ ഒരെണ്ണം ഉണ്ടാക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? അതിൻ്റെ കൂടെ 4 കൂട്ടിക്കൊടുത്താൽ മതി. ഇനി
അടുത്തത് പറയുകയാണെങ്കിൽ 2 എണ്ണം ഉണ്ടാക്കണമെങ്കിൽ അതിൻ്റെ കൂടെ 4 ഗുണിച്ചാൽ മതി. 3 എണ്ണം ഉണ്ടാക്കണമെങ്കിൽ അതിൻ്റെ കൂടെയും 4 ഗുണിച്ചാൽ മതി. 4 എണ്ണം ഉണ്ടാക്കണമെങ്കിൽ അതിൻ്റെ കൂടെയും 4 ഗുണിച്ചാൽ മതി. അപ്പോൾ ഇത് തമ്മിലുള്ള ബന്ധം എന്താണ്? നമ്പറോ അഥവാ തീപ്പെട്ടിക്കോലുകളുടെ എണ്ണം എന്ന് പറയുന്നത് സമചതുരത്തിൻ്റെ എണ്ണത്തോട് 4 ഗുണിച്ചാൽ മതി. ഓക്കെ, അതാണ് ഇത് തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത്. അപ്പോൾ എത്ര സമചതുരമാണോ ഉണ്ടാക്കുന്നത് അതിൻ്റെ കൂടെ 4 ഗുണിച്ചു കഴിഞ്ഞാൽ നമുക്ക് അവിടെ തീപ്പെട്ടിക്കോലുകളുടെ എണ്ണം കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, ഇനി ഇതിലെ രണ്ടാമത്തെ ചോദ്യം നോക്കാം. ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. രണ്ടാമത്തേത്, സമചതുരങ്ങളുടെ എണ്ണം എസ് എന്നും ഉപയോഗിച്ച തീപ്പെട്ടിക്കോലുകളുടെ എണ്ണം എം എന്നും എടുത്താൽ ഈ ബന്ധത്തെ നമുക്ക് എങ്ങനെ എഴുതാം? അപ്പോൾ ഇതിന് നമുക്ക് എഴുതി കൊടുക്കാം. നമുക്കറിയാം എന്താണ് എം എന്ന് പറയുന്നത് ഇവിടെ എന്താണ് തീപ്പെട്ടിക്കോലുകളുടെ എണ്ണമാണല്ലേ. അപ്പോൾ എം സമം എന്തായിട്ട് വരും? എസ് ഇൻറ്റു 4. ഓക്കെ, എസ് ഇൻറ്റു 4 എന്നായിട്ട് വരും. അഥവാ നമുക്കറിയാം ഇൻറ്റു ഇല്ലാതെ നമുക്ക് എഴുതി കൊടുക്കാം. എം ഈക്വൽ ടു S4 എന്ന് വരും. ഓക്കെ, S4 അല്ലെങ്കിൽ 4S എന്നും വരും. ഓക്കെ, S4 അല്ലെങ്കിൽ 4S. ഇനി ഇതിൽ എസ്സും എമ്മും ഏത് തരം സംഖ്യകളാണ് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ എം എന്ന് പറയുന്നത് എന്താണ്? 4S ആണല്ലേ. അപ്പോൾ ഇവിടെ എം എന്ന് പറയുന്നത് എന്താണ്? 4 പ്രാവശ്യം നമ്മൾ എസ്സിനെ കൂട്ടിക്കൊടുക്കുന്നതാണ്. അഥവാ എം എന്ന് പറയുന്നത് എസ്സിൻ്റെ എന്താണ്? ഒരു മൾട്ടിപ്പിൾ ആണെന്ന് നമുക്ക് പറയാം. അപ്പോൾ എം ഈക്വൽ ടു എം സമ എസ്സിൻ്റെ ഗുണിതമാണ്. അതുപോലെ എസ് എന്ന് പറഞ്ഞാൽ എന്താണ്? എമ്മിൻ്റെ ഘടകമാണ്. ഓക്കെ, ഇതാണ് അതിൻ്റെ ബന്ധം എന്ന് പറയുന്നത്. ഇനി നാലാമത്തെ ചോദ്യം, 4ൻ്റെ ഗുണിതമായ ഒരു സംഖ്യ എടുത്താൽ അത്രയും തീപ്പെട്ടിക്കോലുകൾ കൊണ്ട് ഇതുപോലെ എത്ര ചതുരം ഉണ്ടാക്കാമെന്ന് കണക്കാക്കുന്നത് എങ്ങനെ? ഇപ്പം 4ൻ്റെ ഒരു ഗുണിതം നമ്മൾ എടുക്കുകയാണെന്ന് വിചാരിക്കുക. ഏതെങ്കിലും ഒരു ഗുണിതം എടുക്കുകയാണ്. എന്നിട്ട് അതിനെ വെച്ചുകൊണ്ട് എത്ര എണ്ണം ഉണ്ടാക്കാൻ വേണ്ടി പറ്റുമെന്ന് നമുക്ക് എങ്ങനെ കണക്കാക്കാൻ വേണ്ടി പറ്റുക? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? തീപ്പെട്ടിക്കോലുകളുടെ എണ്ണം നമ്മൾ എന്ത് ചെയ്താൽ മതി? അതിനെ 4 കൊണ്ട് ഹരിച്ചു കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ചതുരങ്ങളുടെ എണ്ണം നമുക്ക് കിട്ടും. ഓക്കെ, ചതുരത്തിൻ്റെ എണ്ണം സമം തീപ്പെട്ടിക്കോലുകളുടെ എണ്ണം ഹരിക്കണം 4. ഓക്കെ, ഇനി ഈ കണക്ക് കൂട്ടലും അക്ഷരങ്ങൾ ഉപയോഗിച്ച് എഴുതാൻ വേണ്ടി പറയുന്നുണ്ട്. അപ്പോൾ കണക്കുകളുടെ ചതുരത്തിൻ്റെ എണ്ണം എന്ന് പറയുന്നത് എന്താണ്? എസ് ആണല്ലേ. അപ്പോൾ എസ് സമ M/4 എന്ന് വരും. ഓക്കെ, M/4 എന്ന് നമുക്ക് എഴുതി കൊടുക്കാൻ വേണ്ടി പറ്റും. ഇനി രണ്ടാമത്തെ ചോദ്യമാണ് അടുത്തത് നോക്കുന്നത്. തീപ്പെട്ടിക്കോലുകൾ ഉപയോഗിച്ച് ഇങ്ങനെയും സമചതുരങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി പറ്റും അല്ലേ. അപ്പോൾ അതിലെ ഒന്നാമത്തെ ചോദ്യം, ഇങ്ങനെ സമചതുരങ്ങൾ ഉണ്ടാക്കുമ്പോൾ കിട്ടുന്ന ചതുരങ്ങളുടെ എണ്ണവും അതിനായി വേണ്ടിവരുന്ന തീപ്പെട്ടിക്കോലുകളുടെ എണ്ണവും ഒരു പട്ടികയായി എഴുതി അവ തമ്മിലുള്ള ബന്ധമാണ് നമ്മൾ ആദ്യം കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് അതൊന്ന് ഈ സൈഡിൽ എഴുതി നോക്കാം. ഇത് ഇറേസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇവിടെ എന്ത് എഴുതി കൊടുക്കുക? ആദ്യം തന്നെ ചതുരത്തിൻ്റെ എണ്ണം. ഓക്കെ, ഒന്നാമത്തതിൻ്റെ ഉത്തരമാണ് ഇവിടെ എഴുതാം. ചതുരങ്ങളുടെ എണ്ണം. അതുപോലെ തന്നെ അടുത്ത ടേബിളിൽ എഴുതെന്താണ്? തീപ്പെട്ടിക്കോലുകളുടെ എണ്ണം. ഇനി ഇവിടെ നോക്കൂ, ഒരു ചതുരമാണ് നമ്മൾ ഉണ്ടാക്കുന്നതെന്ന് വിചാരിക്കാം. അപ്പോൾ അവിടെ എത്ര തീപ്പെട്ടിക്കോല് വേണം? 4 എണ്ണം വേണം അല്ലേ. അഥവാ 1 × 3 പ്ലസ് എന്ത് വേണം? 1 കൂടെ വേണം. അഥവാ 4 തീപ്പെട്ടിക്കോലുകൾ വേണം. രണ്ടാമത്തെ ചതുരം നമ്മൾ ഉണ്ടാക്കുകയാണെങ്കിൽ അവിടെ എന്തായിട്ട് വരും? 2 × 3 പ്ലസ് 1 എത്ര കിട്ടും? 2 × 3 6 പ്ലസ് 1 7 എന്ന് കിട്ടും. മൂന്നാമത്തെ ചതുരം ഉണ്ടാക്കുകയാണെങ്കിൽ അവിടെ എന്താണ്? 3 × 3 പ്ലസ് 1 കിട്ടും. 3 × 3 9 പ്ലസ് 1 10. നാലാമത്തെ ഉണ്ടാക്കുകയാണെങ്കിൽ അതെന്താവും? 4 × 3 പ്ലസ് 1 അഥവാ
എത്ര കിട്ടും? 13 എന്ന് കിട്ടും അല്ലേ. അഞ്ചാമത്തെ ഉണ്ടാക്കുകയാണെങ്കിൽ 5 × 3 + 1, 5 × 3 എന്ന് പറയുന്നത് 15, 15 + 1 16. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ബന്ധം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതനുസരിച്ച് തന്നെ നിങ്ങൾ എഴുതി കൊടുക്കുക. ഇനി രണ്ടാമത്തെ ചോദ്യം നോക്കാം. സമചതുരങ്ങൾ ഉണ്ടാക്കുന്ന രീതിയുടെ ചിത്രങ്ങൾ വരച്ച് ഈ ബന്ധം വിശദീകരിക്കുക എന്നാണ് അടുത്തതായിട്ട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ടെക്സ്റ്റ് ബുക്കിൽ നേരത്തെ കൊടുത്തിട്ടുണ്ടായിരുന്നു നമ്മുടെ ത്രികോണത്തിൻ്റെ അല്ലേ. അപ്പോൾ അതേപോലെ നമുക്ക് എന്ത് ചെയ്യാം, ഇതും ഒന്ന് വരച്ചു നോക്കാം. ഇത് റൈസ് ചെയ്യുന്നുണ്ട്. രണ്ടാമത്തെ ഉത്തരം എഴുതുകയാണ്. രണ്ടാമത്തേതാണ്. ഇവിടെ നമ്മൾ ആദ്യത്തെ ഒരെണ്ണം ഉണ്ടാക്കുകയാണ്. ഓക്കെ, 1, 2, 3. അതിൻ്റെ കൂടെ എന്ത് കൂട്ടും? ഒന്നും കൂടെ നമ്മൾ കൂട്ടിക്കൊടുക്കും. ഇനി 2 ഉണ്ടാക്കുന്നത് എന്നുണ്ടെങ്കിൽ ഇത് ഒന്നാമത്തെ ചതുരം, ഇത് രണ്ടാമത്തേതാണെങ്കിൽ 1, 2, 3 ഇത് കൂട്ടി വീണ്ടും നമ്മൾ എന്ത് ചെയ്യും? 3 കൂട്ടി പ്ലസ് 1 കൂടെ കൂട്ടും. ഓക്കെ, അപ്പോൾ ഇവിടെ എന്തായിട്ട് വന്ന്? ഇവിടെ 1 × 3 + 1 ആയിട്ട് വന്ന്. അടുത്തത് എന്തായി? അടുത്തത് 2 × 3 + 1 ആയിട്ട് വന്നു. ഇനി മൂന്നാമത്തേതാണെങ്കിലോ ഇവിടെ 3, ഇവിടെ 3, ഇവിടെ 3 + 1. അപ്പോൾ 3 × 3 + 1 ആയിട്ട് വന്നു. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു ചിത്രം നിങ്ങൾ വരച്ചു കൊടുക്കേണ്ടത്. മൂന്നാമത്തേത് സമചതുരങ്ങളുടെ എണ്ണം S എന്നും ഉപയോഗിച്ച തീപ്പെട്ടിക്കോലുകളുടെ എണ്ണം M എന്നും എടുത്ത് ഈ ബന്ധത്തെ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എങ്ങനെ ഈ ഒരു ബന്ധത്തെ നമുക്ക് എഴുതി കൊടുക്കാൻ വേണ്ടി പറ്റും? നമ്മൾ എഴുതി കൊടുക്കാം. ഇവിടെ നമുക്കറിയാം M എന്നല്ലേ, M എന്ന് പറയുന്നത് തീപ്പെട്ടിക്കോലുകളുടെ എണ്ണമാണ്. M എന്ന് പറയുന്നത് S × 3 ആണ് അല്ലേ. S ആണ് കേട്ടോ, S × 3 ആണ്. പ്ലസ് 1 കൂടെ കൂട്ടിക്കൊടുക്കും. അഥവാ M = 3S + 1 ആണ്. ഓക്കെ, 3S + 1. ഇതിൽ എസും എമ്മും ഏത് തരം സംഖ്യകളാണ് എന്നാണ് ചോദിക്കുന്നത്. എസും എമ്മും എങ്ങനെയുള്ള സംഖ്യകളായിരിക്കും എന്ന് നമ്മളവിടെ എഴുതി കൊടുക്കണം. അപ്പോൾ ഇവിടെ എസ് എന്ന് പറയുന്നത് എങ്ങനെയുള്ള സംഖ്യകളായിരിക്കും? ഒരു നോർമൽ എണ്ണൽ സംഖ്യ ആയിരിക്കും അല്ലേ. അപ്പോൾ എന്ത് കൊടുക്കാം? എണ്ണൽ സംഖ്യ. ഇനി M എന്ന് പറയുന്നത് അപ്പോൾ എന്തായിരിക്കും? 3S എന്ന് പറയുന്നത് എപ്പോഴും 3ൻ്റെ ഒരു മൾട്ടിപ്പിൾ ആയിരിക്കും അല്ലേ. 3ൻ്റെ ഗുണിതത്തോടു കൂടി 1 കൂട്ടിയതായിരിക്കും. അഥവാ ആ നമ്പർ എന്ന് പറയുന്നത് എന്ത് കൊടുക്കാം നമുക്ക്? 3ൻ്റെ ഗുണിതം +1 അതായിരിക്കും M എന്ന് പറയുന്നത്. ഇനി അഞ്ചാമത്തെ ചോദ്യം നോക്കാം. 3 കൊണ്ട് ഹരിച്ചാൽ 1 മിച്ചം വരുന്ന ഒരു സംഖ്യ എടുത്തു കഴിഞ്ഞാൽ അത്രയും തീപ്പെട്ടിക്കോലുകൾ കൊണ്ട് ഇതുപോലെ എത്ര സമചതുരം ഉണ്ടാക്കാമെന്ന് കണക്കാക്കുന്നത് എങ്ങനെയെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? അവിടെ തീപ്പെട്ടിക്കോലുകളുടെ എണ്ണം അല്ലേ. ആദ്യം നമ്മൾ നോക്കട്ടെ സമചതുരം എത്ര ഉണ്ടാക്കാമെന്ന് അല്ലേ. അപ്പോൾ ചതുരത്തിൻ്റെ എണ്ണം കാണാൻ എന്ത് ചെയ്താൽ മതി? തീപ്പെട്ടിക്കോലുകളുടെ എണ്ണം -1 ഹരിക്കണം 3. ഓക്കെ, നമ്മൾ നേരത്തെ ഇതുപോലെ ത്രികോണത്തിൻ്റെ നോക്കിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമുക്ക് ഇതും കണക്കാക്കാൻ വേണ്ടി പറ്റും. ഇനി ഇവിടെ ചോദിക്കുന്നുണ്ട്, ഈ കണക്ക് കൂട്ടലും അക്ഷരങ്ങൾ ഉപയോഗിച്ച് എഴുതാനാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? സമചതുരത്തിൻ്റെ എണ്ണം എന്ന് പറയുന്നത് S ആണ്. S = M - 1 / 3. M - 1 ഹരിക്കണം 3 എന്ന് നമുക്ക് കൊടുക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഇത് കൂട്ടുകാർ ചെയ്തു നോക്കേണ്ടത്. ഇനി നമുക്കിതിലെ മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ഇതിലെ ഒന്നാമത്തെ ചോദ്യം, തീപ്പെട്ടിക്കോലുകൾ ഉപയോഗിച്ച് ഒരേ എണ്ണം സമചതുരങ്ങൾ ആദ്യത്തെ ചോദ്യത്തിലെ പോലെയും രണ്ടാമത്തെ ചോദ്യത്തിലെ പോലെയും ഉണ്ടാക്കുമ്പോൾ ഉപയോഗിച്ച എണ്ണത്തിൽ എന്ത് വ്യത്യാസമാണ് വരുന്നത് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ആദ്യത്തേതിൽ നോക്കൂ, ഇവിടെ 4 ഉപയോഗിച്ചു. പിന്നെ എന്ത് സംഭവിച്ചു? പിന്നെയും അടുത്തത് ഇവിടെ 4, ഇത് 8 മാറി അല്ലേ. രണ്ടാമത്തേതിൽ 8 മാറി. ഇനി രണ്ടാമത്തേത് ഇവിടെ 4 ഉപയോഗിച്ചു, ഇവിടെയും ഇങ്ങനെയാണ് ഉപയോഗിച്ചത്. അപ്പോൾ ഇവിടെ ആകെ എത്രയാണ് വരുന്നത്? രണ്ടാമത്തേത് ഉണ്ടാക്കുമ്പോൾ ഇവിടെ ആകെ 7 മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ അല്ലേ. അപ്പോൾ എന്ത് നമുക്ക് മനസ്സിലായി? സമചതുരങ്ങളുടെ എണ്ണത്തിൽ നിന്നും 1 കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും അല്ലേ, എത്രയാണ് കോലുകളുടെ എണ്ണം എന്നുള്ളത്. അപ്പോൾ ഇവിടെ എന്ത് വ്യത്യാസം എന്നുള്ളിടത്ത് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ നമുക്ക് എഴുതി കൊടുക്കാം. വ്യത്യാസം എന്താണ്? സമചതുരങ്ങളുടെ എണ്ണം
-1 അതിൽ നിന്നും 1 കുറച്ചാൽ നമുക്ക് എന്ത് കിട്ടും? അവിടെയുള്ള വ്യത്യാസം എത്രയാണെന്ന് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കുന്നതാണ്. ഇത് നമ്മൾ ത്രികോണത്തിൽ ചെയ്തതാണ്, അതേപോലെ തന്നെയാണ് ഇവിടെയും നമ്മളെടുത്ത് ചോദിച്ചിട്ടുള്ളത്. രണ്ടാമത്തത് സമചതുരങ്ങളുടെ എണ്ണം എസ് എന്നും 2 തരത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന കോലുകളുടെ എണ്ണത്തിലെ വ്യത്യാസം ഡി എന്നും എടുത്താൽ എസും ഡിയും തമ്മിലുള്ള ബന്ധം എങ്ങനെ എഴുതാം എന്നാണ് അടുത്ത ചോദ്യം. അപ്പോൾ നമുക്കത് എങ്ങനെ എഴുതി കൊടുത്താൽ മതി? നമ്മൾ ഇതേപോലെ തന്നെ എഴുതിയാൽ മതി. അപ്പോൾ ഡി എന്ന് പറയുന്നത് എന്തായിട്ട് വരും? S-1 എന്നായിട്ട് വരും. ഓക്കെ, S-1. ഇനി ഇതിൻ്റെ ബന്ധത്തിൻ്റെ കാരണം വിശദീകരിക്കാനാണ് അടുത്തതായിട്ട് നമ്മളെടുത്ത് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ എങ്ങനെ നമുക്കത് എഴുതി കൊടുക്കാം? അപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചിട്ടുള്ളത്? സമചതുരങ്ങൾ യോജിപ്പിച്ചിട്ടാണുള്ളത് അല്ലേ? അപ്പോൾ അതിൻ്റെ കാരണം എന്ന് പറയുന്നത് സമചതുരങ്ങൾ യോജിപ്പിച്ചതുകൊണ്ട് എന്ന് എഴുതി കൊടുക്കുക. ഓക്കെ, സമചതുരങ്ങൾ യോജിപ്പിച്ചതുകൊണ്ട്. ബന്ധം എന്താണ്? ഡി സമം S-1 എന്നുള്ളത് തന്നെയാണ്. ഇനി ഒരു കുട്ടി 25 തീപ്പെട്ടിക്കോലുകൾ കൊണ്ട് രണ്ടാമത്തെ ചോദ്യത്തിലെ പോലെ സമചതുരങ്ങൾ ഉണ്ടാക്കി. അപ്പോൾ എന്ത് സംഭവിക്കും? ഇതേ എണ്ണം സമചതുരങ്ങൾ ആദ്യത്തെ രീതിയിൽ ഉണ്ടാക്കാൻ എത്ര കോലുകൾ വേണം എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ രണ്ടാമത്തെ രീതിയിലാണെങ്കിൽ എങ്ങനെയാവും ആ കുട്ടി ഉണ്ടാക്കിയിട്ടുണ്ടാവുക? ഒരുമിച്ചിട്ടാണ് ഉണ്ടാക്കിയിട്ടുണ്ടാവുക അല്ലേ? ഓക്കെ, ഇങ്ങനെയാവും ഉണ്ടാക്കിയിട്ടുണ്ടാവുക. അപ്പോൾ അവിടെ M എന്ന് പറയുന്നത് എത്രയാണ്? M സമം എത്രയാണ്? 3s+1 ആണ് അല്ലേ? അഥവാ 3s എന്ന് പറയുന്നത് എത്രയാണ്? അപ്പോൾ നമുക്കിവിടെ കാണേണ്ടത് ഏതാണ്? S ആണല്ലേ? അപ്പോൾ S എങ്ങനെ കാണാം നമുക്ക്? M-1 ഡിവൈഡഡ് ബൈ 3 എന്നുള്ളത് ചെയ്താൽ മതി. ത്രികോണമാണ് ഉണ്ടാക്കുന്നത്, അതാണ് 3 എന്നുള്ളത്. ത്രികോണമല്ല, നമ്മൾ സമചതുരത്തിൽ എന്താണ് 3 കൊണ്ട് തന്നെയാണ് ഡിവൈഡ് ചെയ്യാറുള്ളത്. അപ്പോൾ ഇവിടെ എത്രയാണ്? M എന്ന് പറയുന്നത് നമുക്കറിയാം 25 ആണല്ലേ? അപ്പോൾ 25നെ 1 കുറച്ചിട്ട് 3 കൊണ്ട് നമ്മൾ ഹരിക്കുകയാണ് ചെയ്യേണ്ടത്. 25നെ 1 കുറച്ച് കഴിഞ്ഞാൽ ബാക്കി എത്ര കിട്ടും? 24 എന്ന് കിട്ടും അല്ലേ? 24/3 ആണ്. 24/3 എത്രയാണ്? 8. അപ്പോൾ നമുക്ക് 8 ചതുരങ്ങൾ ഉണ്ടാക്കാം. ഓക്കെ, 8 ചതുരങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. ഇനി ഇത് കഴിഞ്ഞു. ഇനി നമുക്ക് പോകാനുള്ളത് 4ാമത്തെ ചോദ്യത്തിലേക്കാണ്. താഴെയുള്ള ചിത്രങ്ങൾ നിങ്ങളൊന്ന് നോക്കാം. ഓക്കെ, വശങ്ങളുടെ നീളം 1 സെൻറ്റിമീറ്ററായ സമചതുരമാണ് ആദ്യ ചിത്രം എന്ന് പറയുന്നത്. അപ്പോൾ 2 ചതുരങ്ങൾ ചേർത്തുണ്ടാക്കിയ ചതുരമാണ് രണ്ടാമത്തെ ചിത്രം. ഇത്തരം 3 സമചതുരങ്ങൾ ചേർന്ന ചതുരമാണ് മൂന്നാമത്തേത്. അപ്പോൾ ഇവിടെ ഓരോന്നിൻ്റെയും ചുറ്റളവാണ് നമ്മളെടുത്ത് എഴുതാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഒന്നാമത്തെ ചിത്രം നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതാണല്ലേ? ഇതിന് ഇവിടെ 1 സെൻറ്റിമീറ്റർ, ഇവിടെ 1 സെൻറ്റിമീറ്റർ, ഇത്. അപ്പോൾ എത്രയായി? ഇവിടുത്തെ ചുറ്റളവ് എന്ന് പറയുന്നത് ഒന്നാമത്തെ ചിത്രമാണ് കേട്ടോ. ആദ്യ ചിത്രം ചുറ്റളവ് എത്രയായി? 4 സെൻറ്റിമീറ്റർ ആണല്ലേ? അപ്പോൾ അവിടെ 4 സെൻറ്റിമീറ്റർ ആണ്. ഇനി രണ്ടാമത്തെ എടുക്കുകയാണെങ്കിൽ രണ്ടാമത്തെ ചിത്രം ഇവിടെ ഇത്1 സെൻറ്റിമീറ്റർ, 1, 2, 3, 4, മുകളിൽ 5, 6. ഇത് സെൻറ്ററിൽ വരില്ല അല്ലേ? കാരണം ചുറ്റളവാണ് നോക്കുന്നത്. അപ്പോൾ അവിടെ ആകെ 6 സെൻറ്റിമീറ്റർ ആണ് വരുന്നത്. ഇനി മൂന്നാമത്തെ ചിത്രം 1, 2, 3, 4, 5. അതുപോലെ 3 സെൻറ്റിമീറ്റർ മുകളിലും വരും. അപ്പോൾ ആകെ 8 സെൻറ്റിമീറ്റർ ആണ് മൂന്നാമത്തെ ചിത്രത്തിൽ വരുന്നത്. ഇത്തരം 4 സമചതുരങ്ങൾ ചേർന്ന ചതുരത്തിൻ്റെ ചുറ്റളവ് എത്രയാണ്? 5 സമചതുരങ്ങളായാലോ എന്നാണ് അടുത്ത ചോദ്യം. അപ്പോൾ ഇവിടെ ഇത് 5 എണ്ണം ആയിക്കഴിഞ്ഞാൽ, ഇപ്പം നമ്മൾ 3 എണ്ണത്തിനെ കണ്ടതല്ലേ? അപ്പോൾ 4 ആയിക്കഴിഞ്ഞാലോ? 4 സമചതുരങ്ങളായിക്കഴിഞ്ഞാൽ ഇവിടെ നോക്കൂ, ഇത് 4, ഇത് 6, ഇത് 8. അപ്പോൾ എന്താണ്? 2ൻ്റെ ഗുണിതമാണ് വരുന്നത് അല്ലേ? അപ്പോൾ അടുത്ത എത്രയായിരിക്കും? 10 സെൻറ്റിമീറ്റർ ആയിരിക്കും. ഇനി നിങ്ങൾക്ക് വരച്ചു നോക്കാം. ഇനി 5 എണ്ണമായാലോ? 5 എണ്ണം ആയിക്കഴിഞ്ഞാൽ ഇത് 12 സെൻറ്റിമീറ്റർ ആയിരിക്കും. ഇതിലെ മൂന്നാമത്തെ ചോദ്യം, ആദ്യം മുതൽ ഓരോ ചതുരത്തിലെയും സമചതുരങ്ങളുടെ എണ്ണവും ചതുരത്തിൻ്റെ ചുറ്റളവും പട്ടികയായിട്ട് എഴുതുക. സമചതുരങ്ങളുടെ എണ്ണവും ചുറ്റളവും തമ്മിലുള്ള ബന്ധം എന്താണ്? ഈ ബന്ധത്തിൻ്റെ കാരണം വിശദീകരിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ആദ്യം തന്നെ ചതുരങ്ങളുടെ എണ്ണം. ഓക്കെ, ചതുരങ്ങളുടെ എണ്ണം സ്ഥലമില്ലാത്തതുകൊണ്ടാണ് കേട്ടോ. അടുത്ത എന്ത് കൊടുക്കുക? അതിൻ്റെ ചുറ്റളവ്.
ഇനി ഒന്നാമത്തെ ചതുരം നോക്കൂ. ഒന്നാമത്തെ ചതുരത്തിൽ അതിൻ്റെ ചുറ്റളവ് എത്രയാണ്? 4 ആണ് അല്ലേ. രണ്ടാമത്തെ ചതുരം നോക്കൂ, അതിൻ്റെ ചുറ്റളവ് എന്ന് പറയുന്നത് 6 ആണ്. മൂന്നാമത് നോക്കുകയാണെങ്കിൽ അത് 8 ആയി, നാലാമത് നോക്കുകയാണെങ്കിൽ അത് 10 ആയി, അഞ്ചാമത്തത് അത് 12 ആയിട്ട് മാറി. അപ്പോൾ ഇതിൻ്റെ ബന്ധം എന്ന് പറയുന്നത് എന്താണ്? ഇത് പെരിമീറ്റർ, ഇതിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് ഏതാണ്? ഈ ഒരു ഭാഗം അല്ലേ. ആ ലെങ്ത്ത് പ്ലസ് അതിൻ്റെ ബ്രെഡ്ത്ത് ഇതും കൂടിയിട്ട് എന്ത് ചെയ്യുക? 2 കൊണ്ട് കൂട്ടിക്കൊടുക്കുക. അപ്പോൾ ഇവിടെ 1 1 + 1 2 2 × 2 4 എന്നുള്ളതാണ്. അപ്പോൾ ബന്ധം എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് എഴുതാം. ബന്ധം എന്ന് പറയുന്നത് ചുറ്റളവ് സമം 2 × ലെങ്ത്ത് വീതി പ്ലസ് നീളം. ഓക്കെ, നീളം പ്ലസ് വീതി എന്നുള്ളതാണ് അവിടെ ബന്ധമായിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് നിങ്ങളവിടെ എഴുതേണ്ടത്. വേണമെങ്കിൽ നമുക്ക് എന്തും കൂടെ എഴുതി കൊടുക്കാം. സമചതുരത്തിൻ്റെ ചുറ്റളവ് എന്ന് പറയുന്നത് അതിൻ്റെ വശങ്ങളുടെ നീളം തമ്മിൽ 2 കൊണ്ട് ഗുണിച്ചതാണെന്നും എഴുതി കൊടുക്കാം. അടുത്ത ചോദ്യം, സമചതുരങ്ങളുടെ എണ്ണം എസ് എന്ന അക്ഷരം കൊണ്ടും ചതുരത്തിൻ്റെ ചുറ്റളവ് പി എന്ന അക്ഷരം കൊണ്ട് സൂചിപ്പിച്ച് അവ തമ്മിലുള്ള ബന്ധം എഴുതാനാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്ത് എഴുതി കൊടുക്കാം? നമ്മളിവിടെ പറഞ്ഞത് തന്നെയാണ്. ചുറ്റളവ് സമം എന്താ എഴുതാം? 2 × ചതുരത്തിൻ്റെ എണ്ണം പ്ലസ് 1. ഓക്കെ, അഥവാ എന്ത് ചെയ്താം? ചുറ്റളവ് എന്ന് പറയുന്നത് 2s+1 എന്ന് എഴുതി കൊടുക്കാം. ഓക്കെ, 2s+1 എന്ന് പറയുന്നതാണ്. ഇനി ചുറ്റളവ് 1 മീറ്ററായ ചതുരം കിട്ടാൻ എത്ര സമചതുരങ്ങൾ ചേർത്ത് വെക്കണം എന്നതാണ് അടുത്ത ചോദ്യമായിട്ട് നമ്മളെടുത്ത് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്ന് പറയുന്നത് എന്താണ്? ചുറ്റളവ് എന്ന് പറയുന്നത് എത്രയാണ് തന്നിട്ടുണ്ട്? ചുറ്റളവ് 1 മീറ്റർ ആണല്ലേ. 1 മീറ്റർ എന്ന് പറഞ്ഞാൽ എത്ര സെൻറ്റിമീറ്റർ ആണ്? 100 സെൻറ്റിമീറ്റർ ആണ്. ഓക്കെ, 100 സെൻറ്റിമീറ്റർ. ഇനി നമുക്ക് എന്ത് ചെയ്യാം? നമുക്കറിയാം ചുറ്റളവ് എന്ന് പറയുന്നത് എന്താണ്? 2s+1 ആണ് ചുറ്റളവ് എന്ന് പറയുന്നത്. ഓക്കെ, ചുറ്റളവ്. അപ്പോൾ നമുക്ക് ചുറ്റളവ് കാണാൻ എന്ത് ചെയ്താൽ മതി? നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട് ഓൾറെഡി. അപ്പോൾ 2s+1 എന്ന് പറയുന്നത് 100 ആണ്. അപ്പോൾ s+1 നമുക്ക് ഇവിടെ എഴുതി കൊടുക്കാം കേട്ടോ. ഇവിടെ എഴുതുന്നുണ്ട്. s+1 എന്ന് പറയുന്നത് എത്രയാണ്? 100 ആണ് അല്ലേ. s+1 എന്ന് പറയുന്നത് 100, ഈ 2ഉം കൂടെ നമ്മൾ ഇങ്ങോട്ട് കൊടുക്കും. അപ്പോൾ 100/2 എന്നായിട്ട് മാറി. അപ്പോൾ 100/2 എന്ന് പറയുന്നത് 100ൻ്റെ പകുതി എത്രയാണ്? 50 ആണ് s+1 എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ s എന്ന് പറയുന്നത് എന്താണ്? 50ൽ നിന്നും 1 കുറച്ചതാണ്, അഥവാ 49 ആണ് ഉത്തരം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു പാഠഭാഗവും ഇതിലെ പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നതും. അടുത്ത പാഠഭാഗം എന്ന് പറയുന്നത് 12ാമത്തേത് വിവരചിത്രങ്ങൾ എന്നുള്ളതാണ്. നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.